പോയിക്കൊള്ളുന്നില്ല. ഇവിടെ കുറെ പ്രവർത്തകരുണ്ടാവുമല്ലോ, അവരിൽപ്പെട്ട ഏതെങ്കിലും പ്രവർത്തകനെ നിങ്ങൾ ലെറ്റർ പേഡ് അതെ എന്നാ മൈക്കൊന്ന് കൊടുത്താണ് മൂപ്പർക്ക് പറയാനുള്ളത് പറഞ്ഞോട്ടെ. ഈ ലെറ്റർ പേഡിൽ തന്നെയാണ് ഞങ്ങൾ എഴുതി തന്നത്. നിങ്ങൾ എഴുതി തന്ന ലെറ്റർ പേഡല്ല ഇത്. 27/2/2014 കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ കാരന്തൂർ മർക്കസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടേതാണെന്ന് പ്രചരിപ്പിച്ച് സൂക്ഷിച്ചിട്ടുള്ള കേസങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടേതല്ലെന്ന് തെളിയിക്കാൻ ഞങ്ങൾ സന്നദ്ധരാണ്. പ്രസ്തുത കേസങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടേതാണെന്ന് തെളിയിക്കാൻ നിങ്ങൾ സന്നദ്ധരാണെങ്കിൽ സംവാദ വ്യവസ്ഥക്കും തുടർ ചർച്ചക്കും ഞങ്ങൾ തയ്യാറാണെന്ന് അറിയിക്കുന്നു. ഈ കത്ത് പ്രകാരം വ്യവസ്ഥക്ക് ഞങ്ങൾ തയ്യാറാണ് എന്നാണ് ഞങ്ങളോട് പറഞ്ഞത്. അതിനെന്തിനാ ലെറ്റർ പേഡ് എടുക്കേണ്ട ആവശ്യം? 6 തവണ ലെറ്റർ പേഡിൽ ഞങ്ങൾക്ക് എഴുതി തന്നു. ഞങ്ങൾ വെറും പേജിലല്ല എഴുതി തന്നത്, ലെറ്റർ പേഡിൽ തന്നെയാണ് 1000 വട്ടം തയ്യാറാണെന്ന് എഴുതി തന്നത്. നിങ്ങൾ ലെറ്റർ പേഡ്, ഈ ലെറ്റർ പേഡ് പ്രകാരം വ്യവസ്ഥക്ക് തയ്യാറാവണമെന്നാണ് നിങ്ങൾ പറഞ്ഞത്. ഞങ്ങൾ 1000 വട്ടം തയ്യാറാണ്, നിങ്ങൾ ഒരുക്കമാണെങ്കിൽ. ഇനിയും ഈ കളവ് നിങ്ങൾ നിർത്തണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അതന്നെയാണ് സഹോദരനോടും പറയാനുള്ളത്. 27/2/2014 തന്ന കത്തിന് മറുപടിയായിട്ട് നമ്മൾ 1-ാം തീയതി ഇവിടെ പരിപാടി സംഘടിപ്പിച്ചപ്പോ നേരത്തെ പറഞ്ഞ പോലെ ഒപ്പോസീലോ ഇല്ലാത്ത 2 പേജ് ലെറ്റർ ഇവിടെ കിട്ടിയിരുന്നു, ഒരു നീള ലേഖനായിട്ട്. അതിൽ പിന്നെ കുറെ മറ്റു വിഷയങ്ങൾ പരാമർശിച്ചുകൊണ്ട് വിഷയത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാനുള്ള നീക്കം നടത്തി. ആ നീക്കം നടത്തിയതായ സമയത്ത് 3-ാം തീയതി ഇട്ടുകൊണ്ട് നമ്മൾ കൊടുത്തതായ മറുപടിയിൽ വീണ്ടും നമ്മൾ നമ്മുടെ വിഷയം അതേപടി തന്നെ ആവർത്തിച്ചു. വീണ്ടും അവർ മറുപടി തന്നതായ സമയത്ത് നേരത്തെ ഞാൻ തുടക്കത്തിൽ എന്റെ വിഷയാവതരണത്തിൽ സൂചിപ്പിച്ച പോലെ പിന്നെ ലോകത്തുള്ള ആധാറുകൾ സ്വീകരിക്കാൻ മുസ്ലിം ലോകം സ്വീകരിച്ചു പോരുന്ന രീതി അനുസരിച്ച് മർക്കസിലുള്ളതും തിരുകേശമാണെന്നും അതുകൊണ്ട് ബർക്കത്തെടുക്കാമെന്നും അത് പ്രമാണ വിരുദ്ധമല്ലെന്ന് സ്ഥാപിക്കാൻ ഞങ്ങളും 1000 വട്ടം തയ്യാറാണ് എന്ന് അവർ വാദിച്ചു. അതിന് മറുപടിയായിട്ട് SKSF കൊടുത്ത കത്തിൽ അടിസ്ഥാന പിൻബലങ്ങളോ ചരിത്ര രേഖകളോ മുസ്ലിം ഉമ്മത്തിന്റെ അംഗീകാരമോ ഇല്ലാത്ത വ്യാജ ആധാറുകൾ പ്രദർശിപ്പിച്ച് പൊതുജനത്തെ കബളിപ്പിക്കുന്ന നിങ്ങൾ കാരന്തൂർ മർക്കസിലുള്ളത് തിരുകേശമാണെന്നും അതുകൊണ്ട് തബറുക്ക് എടുക്കാൻ പറ്റുന്നതാണെന്നും തെളിയിക്കാൻ തയ്യാറാണ് പിന്നെ കാന്തപുരം വിഭാഗം എന്ന സ്ഥിതിക്ക് സംവാദ വ്യവസ്ഥ തയ്യാറാക്കുന്നതിന് മാർച്ച് 29 വീണ്ടും സമയം അവർക്ക് അനുവദിച്ചു. അവർ അതെടുത്തിട്ട് വീണ്ടും പിന്നത്തെ മറുപടി കത്തിൽ പിന്നെ നമ്മൾ വഹാബിപക്ഷത്താണെന്നും അതുപോലെ തന്നെ ലോക ആധാറുകളെ കുറിച്ച് കൊണ്ട് ചർച്ച ചെയ്യണമെന്ന് പറഞ്ഞ് വീണ്ടും ഒഴിഞ്ഞു മാറാനുള്ള ശ്രമം നടത്തി. അതിന് മറുപടി ആയിക്കൊണ്ട് നമ്മൾ എഴുതിയ കത്തിൽ കാണാം ഞങ്ങളുടെ വാദം എന്താണെന്നും അതിന്റെ തെളിവുകൾ എന്താണെന്നും ഇവർ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ലോകത്തുള്ള ആധാറുകളും മറ്റും ചർച്ച ചെയ്യണമെന്ന് പറയാണ്. നമ്മൾ ഇന്ന് വരെ നൽകിയതായ കത്തിലൊക്കെ പറഞ്ഞത് മർക്കസിലുള്ള മുടി എന്നാണ്. അതിന്റെ കാരണവും പറഞ്ഞു നമുക്കും അവർക്കും ഇടയിൽ അഭിപ്രായ വ്യത്യാസമുള്ള മുടി അതിനെക്കുറിച്ചാണ്, അതൊന്നും ഇങ്ങോട്ട് എഴുതി തന്നാൽ മതി എന്നാണ്. അതിപ്പോഴും പറയുന്നത് അതാണ്, അതൊന്നും ഇങ്ങോട്ട് എഴുതി തരിക. ഞങ്ങളുടെ വാദം എന്താണെന്നും അതിന്റെ തെളിവുകൾ എന്താണെന്നും നിങ്ങളുടെ വാദത്തിന്റെ പൊള്ളത്തരങ്ങൾ തെളിയിക്കുന്നതിനും മർക്കസിൽ ഏത് തിരുകേശമാണെന്ന് സ്ഥാപിക്കാൻ ഖിയാമത്ത് നാൾ വരെ നിങ്ങൾക്ക് സാധ്യമല്ല എന്ന് തെളിയിക്കാനും തന്നെയാണ് നിങ്ങളെ ഞങ്ങൾ സംവാദ വ്യവസ്ഥയ്ക്ക് ഇരിക്കാൻ ക്ഷണിച്ചത്. നിങ്ങൾക്ക് പറയാനുള്ള വാദങ്ങൾ സംവാദത്തിൽ പറയാവുന്നതാണ്. എന്നിട്ട് ഞങ്ങൾ വാദം ആവർത്തിക്കുകയാണ്. കാന്തപുരം നേരത്തെ പറഞ്ഞതുപോലെ ആവർത്തിച്ചിട്ട് പറയുന്നു, മർക്കസിലേത് തിരുകേശമാണെന്ന് തെളിയിക്കാൻ ആണത്തമുള്ളവർ കാന്തപുരം വിഭാഗത്തിൽ ഉണ്ടെങ്കിൽ വിഷയം ചർച്ച ചെയ്യുന്നത് ഞങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ വ്യവസ്ഥ തയ്യാറാക്കുന്നതിനുള്ള സ്ഥലവും സമയവും നിർണ്ണയിക്കുന്നു. അതിന് മറുപടിയായിട്ട് വീണ്ടും കുതറി മാറാനുള്ള നീക്കം നടത്തി ചേളാരികൾക്ക് മർക്കസിലേക്ക് തിരുകേശമാണെന്നും തെളിയിക്കാനുള്ള സംവാദത്തിന് ഞങ്ങൾ സന്നദ്ധരായി എന്നത് നിങ്ങളുടെ കഴിഞ്ഞ കത്തിൽ നിന്ന് തന്നെ നിങ്ങൾ മനസ്സിലാക്കിയതാണല്ലോ. നിങ്ങൾ ലോകത്തെ ഏതെങ്കിലും ഒരു തിരുകേശം സനത് കണ്ട് ബോധ്യപ്പെടുത്തി വിശ്വസിച്ച സുന്നികളാണെങ്കിലേ നിങ്ങളെ മർക്കസിലെ തിരുകേശം മാത്രം ബോധ്യപ്പെടുത്തുന്നതിൽ അർത്ഥമുള്ളൂ. അതുകൊണ്ട് നിങ്ങളുടെ വാദപ്രകാരം തന്നെ നിങ്ങൾ മുഴുവൻ തിരുകേശങ്ങളെയും നിഷേധിക്കുന്ന നമ്മൾ ലോകത്തുള്ള എല്ലാ കേശങ്ങളെയും നിഷേധിക്കുന്ന വഹാബികളുടെ കൂട്ടത്തിലാണെന്ന് ഞങ്ങളുടെ വാദത്തെ ഖണ്ഡിക്കാൻ തയ്യാറുണ്ട്. വിഷയത്തിൽ നിന്ന് വീണ്ടും ഒഴിഞ്ഞു മാറുകയാണ്. ലോകത്തുള്ള ആധാറുകളെ കുറിച്ചുകൊണ്ട് ചർച്ച ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് വിഷയം മാറി. ഞങ്ങളുടെ വെല്ലുവിളി ഏറ്റെടുക്കാൻ നിങ്ങൾ എപ്പോൾ തയ്യാറാവുന്നുവോ തൊട്ടടുത്ത് തന്നെ സംവാദവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടി ഇരിക്കാവുന്നതാണ്. എന്നിട്ട് വീണ്ടും അവരൊരു പേപ്പറിൽ ഒന്നുകൂടി എഴുതി ഇതുകൂടി വായിക്കുക, ഇനിയും ഞങ്ങൾക്ക് ഉത്തരം കിട്ടേണ്ട പ്രതികരണങ്ങൾ എന്ന് പറഞ്ഞ് വീണ്ടും ലേഖനം എഴുതിയതാണ്. അമ്പലക്കര ഉസ്താദ് ഹസ്രജിയുമായി പരാമർശിച്ചത് മർക്കസിലെ തിരുകേശം മാത്രമായി ഇസ്ലാമിൽ ഒരു മതവിധി ഉണ്ടോ? ഞങ്ങളത് പറഞ്ഞു. ലോകത്ത് സൂക്ഷിച്ചതായ ഒരു കേശവും ഇതുപോലെ അടിസ്ഥാന പിൻബലമുള്ളതോ അല്ലെങ്കിൽ ചരിത്രരേഖയില്ലാത്തതോ അതുപോലെ കൈമാറ്റ പരമ്പരയില്ലാത്തതായിട്ട് തിരുകേശമാണെന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിം ലോകം കൊണ്ട് നടക്കുന്നില്ല. അത് തന്നെയാണ് തെളിയിക്കാൻ വേണ്ടി പറഞ്ഞത്. ഇങ്ങനെ കുറെ കത്തുകൾ കൈമാറിയിട്ടുണ്ട്. കൈമാറിയ കത്തിലൊക്കെ ഞങ്ങൾ ഉന്നയിച്ച വാദം ഒന്ന് മാത്രം, മർക്കസിലുള്ളത് ഷെയർ മുബാറക്ക് അല്ല എന്ന് തെളിയിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ആണ് എന്ന് തെളിയിക്കാൻ സുഹൃത്ത് തയ്യാറാണ് എന്ന് പറയുന്നു. നേരത്തെ പക്ഷേ സക്കാഫി തെളിയിച്ച പറഞ്ഞ കളിച്ച പോലെ എഴുതി തരുന്നില്ല. ഇതാണ് പ്രശ്നം. എഴുതി തരാം. ആ എഴുതി തന്നതിലൊക്കെ ലോകത്തുള്ള മറ്റാധാറുകളെ കുറിച്ചും ഞങ്ങൾക്കില്ലാത്ത വാദങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടും അടിച്ചേൽപ്പിക്കാനുമുള്ള നീക്കങ്ങളാണ് നടന്നതല്ലേ?
എന്തിനാണ് ഈ കളി? ഈ പറഞ്ഞതൊന്നും കൊണ്ട് എഴുതി തന്നാൽ മതി. ലെറ്റർ പേഡിലേക്ക് നമുക്ക് പിന്നെ മാറ്റിയത് ഇപ്പൊ വെള്ള പേപ്പറില്. ഇനി ലെറ്റർ പേഡ് എടുത്തു കൊണ്ടുവരാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ എന്നുള്ള നിലക്ക് ഈ ആളുകളൊക്കെ സാക്ഷി നിർത്തിക്കൊണ്ട് വെള്ള പേപ്പറിൽ എഴുതിയിട്ട് തൽക്കാലം ഒപ്പിട്ടും കൊണ്ട് തരിക. എന്നിട്ട് നമുക്ക് എന്താക്കാം, ലെറ്റർ പേഡിലേക്ക് പിന്നീട് സൗകര്യം പോലെ മാറ്റി എഴുതാവുന്നതാണ്. അതിന് ഞങ്ങൾ വിട്ടുവീഴ്ചക്ക് റെഡി. അല്ല സഹോദര, നമ്മളെ ഇപ്പൊ ഇവിടെ 5-6 ലെറ്ററുകൾ കൈമാറി കഴിഞ്ഞു. ഈ ലെറ്ററിൽ ഇവരെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല്, ലോകത്തുള്ള ആസാറുകൾ നിഷേധിക്കുന്നവരാണ് നിങ്ങളെന്ന ഞങ്ങളെ വാദത്തിനെ കുറിച്ച് ചർച്ചയ്ക്ക് വരൂ, സനത് ചോദിക്കണമെന്നുള്ളത് വഹാബികളുടെ വാദമാണെന്ന ഞങ്ങളുടെ വാദത്തെക്കുറിച്ച് സംവാദത്തിന് വരൂ എന്ന് പറഞ്ഞിട്ട് കാന്തപുരത്തിന്റെ കാരന്തൂരിലുള്ള നബിയുടേതെന്ന് പറയുന്ന ആ സൂക്ഷിക്കുന്ന മുടിയെ സംബന്ധിച്ചുള്ള സംവാദത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാനുള്ള ശ്രമമാണ് ഇവരുടെ കത്തിലൊക്കെ ഇവർ നടത്തിയത്. പക്ഷെ നമ്മളെ കത്ത് 1 മുതൽക്ക് ഒടുവിൽ വരെ എല്ലാ കത്തിലും നമ്മൾ പരാമർശിച്ചത് എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടേതല്ല പ്രസ്തുത കേശങ്ങൾ എന്നാണ്. ആണ് എന്ന് നിങ്ങൾക്ക് വാദമുണ്ടെങ്കിൽ നിങ്ങൾ അതിന് സംവാദത്തിന് വരൂ. ആണ് എന്ന് വാദമുണ്ട് എന്ന് അയാൾ വളരെ കൃത്യമായി ഇവിടെ പറഞ്ഞു, നമ്മുടെ സുഹൃത്ത് പറഞ്ഞു. അപ്പൊ സുഹൃത്തിനോട് നിങ്ങളുടെ ഒരു ലേഖനത്തിന്റെ ഒരു എസ്സേ എഴുതുന്നത് പോലെയുള്ള 2-3 പേജ് നീളുന്ന കത്തിന്റെ ഒന്നും ആവശ്യമില്ല. ഒറ്റ വാദം എഴുതിയാൽ മതി. കാന്തപുരം കാരന്തൂർ മർക്കസിലുള്ള, ഇനി നിങ്ങൾക്ക് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ എന്ന് നിങ്ങൾക്ക് എഴുതാൻ പ്രയാസമുണ്ടെങ്കിൽ കാരന്തൂർ മർക്കസിൽ നബിയുടേതെന്ന് പറഞ്ഞു സൂക്ഷിക്കുന്ന കേശങ്ങൾ നബിയുടേതാണ്. ആ ഒരൊറ്റ വാദം നിങ്ങളുടെ എഴുതി തന്നാൽ മതി. അപ്പൊ അത് ഞാൻ പറയട്ടെ, നിങ്ങൾ പണ്ഡിതനല്ലാത്തത് കൊണ്ട് നിങ്ങൾക്ക് സംവാദത്തിന്റെ സ്വഭാവങ്ങൾ അറിയില്ലായിരിക്കാം. അങ്ങനെ 2 വാദങ്ങൾ വരുമ്പോൾ ഞങ്ങൾ ചോദിക്കും, ഇത് നബിയുടേതാണ്, അതിന്റെ തെളിവുകൾ എന്താണ് എന്ന് ഞങ്ങൾ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് പറയാം, നിങ്ങൾക്ക് സംവാദത്തിൽ പറയാം. എന്തു പറയാം? ആ ചോദ്യം വഹാബികളുടെ ചോദ്യമാണ്, അത് സുന്നിയാക്ക് പറ്റൂല എന്ന് നിങ്ങൾ സംവാദത്തിൽ പറഞ്ഞോളൂ. അല്ലെങ്കിൽ ലോകത്തുള്ള തിരികേശങ്ങൾക്കൊന്നും തന്നെ ഈ ചോദ്യം ചോദിച്ചുകൊണ്ട് തെളിയിക്കാൻ സാധ്യമല്ലാത്തത് കൊണ്ട് ഞങ്ങളെ മുടിയും ആ നിലയ്ക്ക് ഞങ്ങൾക്ക് തെളിയിക്കാൻ കഴിയൂല എന്ന് സംവാദത്തിൽ നിങ്ങൾ പറഞ്ഞോളൂ. അതൊക്കെ നിങ്ങൾക്ക് സംവാദത്തിൽ പറയാം. സംവാദത്തിൽ നിശ്ചയിക്കുന്ന ടൈമിൽ വിശാലമായിട്ട് നിങ്ങളിപ്പോ ഈ പറഞ്ഞ കാര്യങ്ങൾ ഇത് വഹാബികളുടെ വാദമാണോ അല്ലേ, സനദ് ചോദിക്കുക എന്നുള്ളത് വഹാബികളുടെ വാദമാണോ അല്ലേ, ആ വിഷയത്തിൽ ശാഫിഈ മദ്ഹബിന്റെ പ്രഗത്ഭന്മാരായ ഇമാമുമാർ അവരുടെ ലോകപ്രശസ്ത ഗ്രന്ഥങ്ങളിൽ എന്തൊക്കെയാണ് എഴുതി വെച്ചിട്ടുള്ളത്, ഇതൊക്കെ ഇൻഷാ അല്ലാഹ് ഞങ്ങൾ പണ്ഡിതന്മാർ സംവാദത്തിൽ ചർച്ച ചെയ്യും. നിങ്ങൾ സാധാരണക്കാരത് കേട്ടോളൂ. പക്ഷേ ഇവിടെ അടിസ്ഥാന പ്രശ്നത്തിൽ നിന്ന് ബോധപൂർവം വഴുതി മാറിയിട്ട് ലോകത്തുള്ള ആസാറുകളെ കുറിച്ച് ചർച്ച ചെയ്യാൻ തയ്യാറുണ്ടോ എന്നിങ്ങനെ വിഷയം മാറ്റിവെക്കാൻ പാടില്ല. നിങ്ങളിപ്പോ മൈക്കയിലൂടെ പ്രഖ്യാപിച്ചൊരു വിഷയമുണ്ട്. എന്താണ് ആ വിഷയം? കാരന്തൂർ മർക്കസിൽ നബിയുടേതെന്ന് പറഞ്ഞു സൂക്ഷിക്കുന്ന കേശങ്ങൾ നബിയുടേതാണ് എന്ന് നിങ്ങൾ പറഞ്ഞല്ലോ. അതെന്ന് എഴുതി തരാം. ഞങ്ങൾ മണ്ണാർക്കാട് വെച്ചിട്ട് 3 മണിക്കൂർ ചോദിച്ച ചോദ്യമാണ്. അതൊന്നും എഴുതി തരൂ, അതൊന്നും എഴുതി തരൂ. സക്കാഫിമാരെ എഴുതി തരൂല. അപ്പൊ അത് അവരെഴുതി തന്നില്ല. ഇനി നിങ്ങൾ അത് എഴുതി തരികയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് ഈ ആയിരക്കണക്കിന് ആളുകളെ മുമ്പാകെ വെച്ചുകൊണ്ട് ഞങ്ങൾ വളരെ വിനയത്തോടുകൂടി വിനീതമായി അപേക്ഷിക്കാം, അതൊരു വെള്ള പേപ്പറിൽ സംയുക്തമായിട്ടോ അതല്ലെങ്കിൽ ലെറ്റർ പേഡിൽ വെവ്വേറെയായിട്ടോ ഇപ്പോൾ കൈമാറുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് ഭാവി നടപടികൾ, വ്യവസ്ഥയുടെയും സംവാദത്തിന്റെയും ഭാവി നടപടികൾ 2 കൂട്ടരുടെയും പണ്ഡിതന്മാര് അവർ തീരുമാനിക്കുന്ന ഡേറ്റിൽ ചർച്ച ചെയ്തുകൊണ്ട് നമുക്ക് തീരുമാനിക്കാം. അത് നിങ്ങൾക്ക് എഴുതി തരാൻ പറ്റുകയാണെങ്കിൽ പറ്റും എന്ന് പറയുക, ഇല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഇനി നിങ്ങൾ അടുത്ത ആൾക്ക് മൈക്ക് കൈമാറണമെന്നാണ് വിനീതമായി അപേക്ഷിക്കാനുള്ളത്. ഉസ്താദേ, ഈ കത്തിൽ നിങ്ങൾ ഞങ്ങളെ ക്ഷണിച്ചത് എന്തിനാണ്? ഇത് ഇവിടത്തെ ആലങ്ങാട് മഹല്ല് SKSSന്റെ പ്രവർത്തകർ ഞങ്ങൾക്ക് നൽകിയതാണ്. ഇതിലെന്താ, ഞാൻ ആവർത്തിച്ച് വായിച്ചല്ലോ, ഇനി മാറ്റർ വായിക്കേണ്ട ആവശ്യമില്ല. പ്രസ്തുത കേശങ്ങൾ നബിയുടേതാണെന്ന് തെളിയിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ സംവാദ വ്യവസ്ഥക്കും തുടർ ചർച്ചക്കും ഞങ്ങൾ തയ്യാറാണെന്ന് അറിയിക്കുന്നു. ഈ വ്യവസ്ഥക്കാണ് ഞാൻ പറഞ്ഞത്. ഈ കത്ത് പ്രകാരം, നിങ്ങൾ ഞങ്ങൾക്ക് നൽകിയ കത്ത് പ്രകാരം വ്യവസ്ഥയ്ക്ക് ഇരിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. അതല്ലേ ഉസ്താദ് പരാമർശിക്കേണ്ടത്? സംവാദം നടക്കണമെങ്കിൽ ഒരു വ്യവസ്ഥ വേണ്ടേ?
ആ വ്യവസ്ഥയിൽ ചർച്ചയാവാം നമുക്ക്. ആണോ അല്ലേ എന്നല്ല എല്ലാ വിഷയങ്ങളും അതിൽ ചർച്ച ചെയ്യാം. അല്ലല്ല സംവാദം നടക്കണമെങ്കിൽ വ്യവസ്ഥ വേണ്ടെന്നല്ല പറഞ്ഞത്. വ്യവസ്ഥക്ക് വേണ്ടുന്ന വിഷയം അതാദ്യം ക്ലിയർ ചെയ്യണം. വിഷയം ക്ലിയർ ചെയ്യണം. എന്താണ് വിഷയം? ഇപ്പൊ നിങ്ങൾ തന്നെ നിങ്ങളുടെ സംസാരത്തിൽ തുടങ്ങിയത് എങ്ങനെയാണ്? സനദ് ചോദിക്കുന്നത് വഹാബികളെ വാദമാണ് എന്ന് ഞങ്ങളുടെ വാദത്തെക്കുറിച്ച് ചർച്ച ചെയ്യാനുണ്ടോ? യഥാർത്ഥത്തിൽ ഇവിടെ ഞങ്ങളുടെ ചോദ്യത്തിന് നിങ്ങളുടെ കത്തിൽ എന്തു പ്രതികരണമാണ് നിങ്ങൾ നൽകിയത്? ഞങ്ങളുടെ ചോദ്യത്തിനുള്ള നിങ്ങളുടെ മറുപടി, നിങ്ങളുടെ കത്തിൽ ആ ചോദ്യത്തെക്കുറിച്ച് ഒരു മറുപടിയുമില്ല. ഷറഫുദ്ദീൻ, നിങ്ങൾ ഇടപെട്ടുകൊണ്ട് അയാളെ ശ്രദ്ധ മാറ്റില്ലേ? അല്ലെങ്കിൽ ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് മൈക്ക തന്നല്ലോ പ്രിയപ്പെട്ട സുഹൃത്തെ, വളരെ ശ്രദ്ധയോടുകൂടി. ഞങ്ങളുടെ കത്തിൽ എന്താ ഞങ്ങൾ ചോദിച്ചത്? അല്ല, നിക്ക് സദസ്സ് ഒരു നിലക്കും ഇടപെടാൻ പാടില്ല. സുഹൃത്തെ, ഞങ്ങളുടെ കത്തിൽ ഞങ്ങൾ പറഞ്ഞത് എന്താ? കാരന്തൂർ മർക്കസിലുള്ള കേശങ്ങൾ നബിയുടേത് ആണോ അല്ലയോ എന്നതിനെ കുറിച്ചുള്ള സംവാദമാണ്. ഞങ്ങളാണല്ലോ കത്തങ്ങോട്ട് തന്നത്. ആ വിഷയത്തിൽ സംവാദത്തിന് തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ മറുപടി എഴുതിയിട്ടില്ല. അതെ, വ്യവസ്ഥക്ക് ക്ഷണിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു വ്യവസ്ഥ, ഇപ്പൊ നമ്മൾ മുജാഹിദീങ്ങളായിട്ട് സംവാദത്തിന് പോവുകയാണെങ്കിൽ മുജാഹിദീങ്ങളെ വ്യവസ്ഥക്ക് വരൂ എന്നല്ല പറയാ. ഇസ്തിഗാസയുടെ വിഷയത്തിൽ വ്യവസ്ഥക്ക് വരൂ, തവസ്സുലിന്റെ വിഷയത്തിൽ വ്യവസ്ഥക്ക് വരൂ. ഇങ്ങനെ ഒരു വിഷയം നിർണയിച്ചുകൊണ്ടായിരിക്കണം വ്യവസ്ഥക്ക് പറയേണ്ടത്. അല്ലാതെ മുജാഹിദീങ്ങളെ വ്യവസ്ഥക്ക് വരൂ എന്ന് പറയാ എന്ത് വിഷയത്തില്? അപ്പോ ഇവിടെ ഞങ്ങളുടെ വാദത്തിൽ, ഞങ്ങളുടെ ലെറ്ററിൽ എഴുതി തന്ന ഒരു വാദമുണ്ട്. ആ വാദത്തിൽ ഒരു മൗദു അടങ്ങിയിട്ടുണ്ട്, ഒരു സബ്ജക്റ്റ്. എന്താണത്? കാരന്തൂർ മർക്കസിൽ സൂക്ഷിച്ചിട്ടുള്ള കേശങ്ങൾ. ശ്രദ്ധിക്കണം, വളരെ ശ്രദ്ധിക്കണം. ആ വിഷയത്തിൽ ഞങ്ങൾ തയ്യാറാണ്, അത് നബിയുടേതാണ് എന്ന ഞങ്ങളുടെ വാദത്തിൽ ഒരു വാദപ്രതിവാദം നടത്താൻ ആവശ്യമായ വ്യവസ്ഥക്ക് ഞങ്ങൾ തയ്യാറാണ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പ്രതികരിക്കേണ്ടതായിരുന്നു. നിങ്ങൾ ഒരു കത്തിലും അത് പ്രതികരിച്ചു കാണുന്നില്ല. നിങ്ങൾ നീണ്ട ലേഖനം, എസ്എ മോഡൽ ലേഖനം എഴുതുകയാണ്, പേജുകളോളം. എന്നിട്ട് എന്തൊക്കെയോ പറഞ്ഞിട്ട് വിഷയത്തെ മറ്റൊരു ദിശയിലേക്ക് തിരിച്ചുവിട്ടുകൊണ്ട് കാരന്തൂർ മർക്കസിലുള്ള കേശത്തെക്കുറിച്ചുള്ള സംവാദത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്ന സ്വഭാവം കാണിക്കുകയാണ്. ഇപ്പൊ നിങ്ങൾ ആദ്യം മൈക്കെടുത്തപ്പോ വളരെ കൃത്യമായി പറഞ്ഞു. എന്താ പറഞ്ഞത്? കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ കാരന്തൂർ മർക്കസിൽ സൂക്ഷിച്ചിട്ടുള്ള കേശങ്ങൾ നബിയുടേതാണ് എന്ന് കൃത്യമായി പറഞ്ഞല്ലോ. അത് തന്നെ കൂടെ നമ്മളെ വാദം. നിങ്ങളെ വാദം അതും, ഞങ്ങളെ വാദം അല്ല എന്നുള്ളതും. പിന്നെ ബാക്കി കാര്യങ്ങൾ, സനദ് ചോദിക്കുക എന്നുള്ളത് വഹാബികളുടെ ആശയമാണോ സുന്നത്ത് ജമാഅത്തിന്റെ ആശയമാണോ? ലോകത്തുള്ള ആസാറുകൾ അംഗീകരിക്കപ്പെടാനുള്ള മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ്? അതിലേതെങ്കിലും ഒരു മാനദണ്ഡം കാരന്തൂർ മർക്കസിലുള്ള കേശത്തിനുണ്ടോ ഇല്ലേ? കാരന്തൂർ മർക്കസിലുള്ള കേശം നബിയുടേതല്ല എന്ന് ഉച്ചസ്ഥരം പ്രഖ്യാപിക്കുന്ന 100,000 തെളിവുകൾ നിങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ടോ ഇല്ലേ? ഇതൊക്കെ നമുക്ക് സംവാദത്തിൽ ചർച്ചയാവാം. അതൊക്കെ സംവാദത്തിൽ പറയേണ്ട വിഷയം. സംവാദത്തിൽ അവതരിപ്പിക്കേണ്ട വിഷയങ്ങൾ വാദമായിട്ട് ലെറ്ററിൽ എഴുതാൻ പാടില്ല. നിങ്ങൾ ചെയ്തത് അതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരൊറ്റ സബ്ജക്റ്റിലും ഈ ഒരൊറ്റ ദഅവയിലും നിലനിന്നുകൊണ്ടുള്ള ഒരു വാദപ്രതിവാദം, അതിനാവശ്യമായ വ്യവസ്ഥ, ആ വ്യവസ്ഥക്കാണ് ഞങ്ങൾ കത്ത് തന്നത്. അതിന് നിങ്ങൾ എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല? എന്തുകൊണ്ട് നിങ്ങളെ കത്തിൽ പ്രതികരിച്ചില്ല? അതാണ് വളരെ താഴ്മയോടുകൂടി. ഒരിക്കലും നിങ്ങൾ ആക്ഷേപിക്കല്ല, കുറ്റപ്പെടുത്തല്ല. നിങ്ങൾക്കത് സാധിക്കൂല. കാരണം നിങ്ങളൊരു സാധാരണ പ്രവർത്തകരാണ്. നിങ്ങളുടെ ഇമ്മിണി വലിയ നേതാക്കന്മാർക്ക് പോലും സാധിച്ചിട്ടില്ല, പിന്നല്ലേ നിങ്ങൾക്ക് സാധിക്കുക? അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ 2 വാദങ്ങൾ പരസ്പരം ഏറ്റുമുട്ടുന്നു. അവ ഏറ്റുമുട്ടുന്ന വിധത്തിലുള്ള വാദപ്രതിവാദത്തിന് ആവശ്യമായ വ്യവസ്ഥയ്ക്കിരിക്കാൻ ഒരു ലെറ്റർ പേഡ് നിങ്ങൾ കൈമാറുമോ? അതാണ് ഈ സദസ്സിൽ വെച്ചുകൊണ്ട് ചോദിക്കാനുള്ളത്. ലാസ്റ്റ് ഒന്നും പോയി കൊടുത്തില്ലേ? അത് റെഡിയാണോ ഇല്ലെന്ന് അറിയാം. നീട്ടിക്കൊണ്ടോടാ കൊടുക്കേ. ഉസ്താദ് പറഞ്ഞു സംവാദത്തിനൊരു വിഷയം വേണം. ഈ വിഷയം ഈ ലെറ്ററിൽ നിങ്ങൾ എഴുതി തന്നിരിക്കുന്നു. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ മർക്കസിൽ സൂക്ഷിച്ച മുടി, ഞങ്ങളതിന് തയ്യാറാണ്. ഇതിന് വ്യവസ്ഥയ്ക്കല്ലേ ഞങ്ങൾ ക്ഷണിച്ചത്? ഇത് നിങ്ങൾ എഴുതി തന്ന ലെറ്ററാണോ? അല്ലേ? SKSFന്റെ ലെറ്റർ പേഡിലല്ലേ എഴുതി തന്നത്? ഇതിന് വേണമെങ്കിൽ ഞാൻ എതിർവാദിപ്പ് എഴുതി തരാം. ഞങ്ങളെ ലെറ്റർ പേഡിൽ ഈ ലെറ്റർ പേഡ് പ്രകാരം ചർച്ചയ്ക്ക് ഞങ്ങൾ തയ്യാറാണ്. ഞാൻ എഴുതി തരാം. ശരി, ഇപ്പൊ റൂട്ടിൽ വരുന്നുണ്ട് സുഹൃത്ത്. അതായത് ശ്രദ്ധിക്കാം സുഹൃത്തെ, ഒരു മിനിറ്റ്. അതായത്
ഇപ്പൊ വിഷയം റെഡിയായി വരുന്നുണ്ട്. കാരണം ഇതുവരെ നിങ്ങൾ ഞങ്ങൾക്ക് തന്ന കത്തുകളൊക്കെ ഞങ്ങൾ വഹാബികളാണെന്നും സനത് വേണമെന്ന വഹാബികളെ വാദം അംഗീകരിക്കുന്ന ചേളാരികളാണെന്നും നിങ്ങൾ ഏറ്റവും സംഭാവന നടത്തിയ ലോകത്ത് മുഴുവൻ ആസാറുകളെ കുറിച്ച് സ്ഥിരീകരിക്കണമെന്നും അങ്ങനെ കുറെ കത്ത് എഴുതിയോണ്ടാണ് ഞങ്ങൾ ഈ ഒറ്റ വാക്കിന്. കാരണം അടിസ്ഥാനപരമായ വിഷയം ഇപ്പൊ നമ്മൾ ക്ലിയറായി, ഇപ്പൊ സുഹൃത്ത് റെഡിയായി. ഞങ്ങൾ വാദിക്കുന്നത് കാരന്തൂർ മർക്കസിൽ സൂക്ഷിച്ച കാന്തപുരത്തിന്റെ ആ കൈവശമുള്ള മുടികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അല്ല എന്നാണ്. അല്ല, കാരണം അതിന് ഓപ്പോസിറ്റിലുള്ള വാദം. ഇപ്പൊ മുജാഹിദ് ഇസ്തിഗാസ അനുവദനീയമാണ്, അല്ല ഷിർക്കാണ്, അല്ലെങ്കിൽ ഷിർക്കാണ് ഷിർക്കല്ല, ഇങ്ങനെയുള്ള സംഭവത്തിന് പിന്നെ വാദം എഴുതുക. ഇത് നമ്മൾ തിരിച്ച് നിങ്ങൾ എഴുതേണ്ടത് ഇപ്പൊ പറഞ്ഞ പോലെ അല്ല, കാരന്തൂർ മർക്കസിൽ സൂക്ഷിച്ച മുടികൾ, കാന്തപുരം സൂക്ഷിച്ച മുടികൾ പ്രവാചക തിരുമേനി ശ്വാസമുടേതാണ് എന്ന് നിങ്ങളിപ്പോ എഴുതി തരികയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് ബാക്കി കാര്യങ്ങൾ ഇപ്പൊ തന്നെ തീരുമാനിക്കാം. വെള്ളക്കടലാസ് മൂപ്പർക്ക് ഇല്ലെങ്കിൽ കടലാസ് ഉണ്ടോ? കടലാസ് ഉണ്ട്, എഴുതി തരുമല്ലോ. എഴുതി തരില്ല, തരും ഇൻഷാ അല്ലാഹ്. ആ വിഷയം തീരുമാനമായിട്ടുണ്ട് ഇൻഷാ അല്ലാഹ്. പിന്നെ എഴുതി തന്ന സ്ഥിതിക്ക് നമുക്ക് തൊട്ടടുത്ത് ഇപ്പൊ തന്നെ കൂടി ആലോചിച്ച് നമുക്ക് കരാറിന് ഡേറ്റ് ആക്കാം ഇൻഷാ അല്ലാഹ്. കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് എഴുതി തരട്ടെ, ബാക്കി കാര്യങ്ങൾ ചെയ്യാം. അല്ല, അതിന് എഴുതി തന്നിട്ട് ബാക്കി ഇല്ലല്ല, ഇനി എഴുതി തന്നിട്ട് എഴുതി തരാന്ന് പറഞ്ഞ സ്ഥിതിക്ക് എഴുതി തന്ന ശേഷം ഇല്ല ഇനി വഴി മാറണ്ട, എഴുതി തരാന്ന് പറഞ്ഞ ശേഷം എഴുതി തരാം ഇൻഷാ അല്ലാഹ്. എന്നിട്ട് ബാക്കി ആരും നീക്കാം ഇൻഷാ അല്ലാഹ്. പിന്നെ പ്രിയപ്പെട്ട പിന്നെ വിഖായന്റെ പ്രവർത്തകരോട് പറയാനുള്ളത്, നമ്മുടെ ഈ സദസ്സ് ഇതുവരെ ശാന്തമായ സദസ്സാണ്. നമ്മൾ സൗഹാർദ്ദത്തിലും സമാധാനത്തിലും ആണ് നമ്മുടെ ഈ മുഖാമുഖം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവര് പ്രവർത്തകന്മാര് തമ്മിൽ പരസ്പരം എഴുത്ത് കൈമാറട്ടെ. നമ്മൾ സദസ്സിലുള്ള ആളുകൾ അവിടെ ശാന്തമായിട്ടൊരു 5 മിനിറ്റ് നേരം ശാന്തമായിട്ട് ഇരിക്കുക. എല്ലാവരും ഇവിടെ എഴുത്ത് കൈമാറിയതിനു ശേഷം മൈക്കയിൽ അത് പബ്ലിക്കായിട്ട് വായിക്കും. വായിച്ചതിന് ശേഷം ഇൻഷാ അല്ലാഹ് ഞങ്ങൾ പണ്ഡിതന്മാർ, SSFന്റെ പണ്ഡിതന്മാരും SKSFന്റെ പണ്ഡിതന്മാരും പിന്നീടുള്ള വ്യവസ്ഥക്ക് കൂടിയിരിക്കും. അത് കഴിഞ്ഞതിന് ശേഷം ഇൻഷാ അല്ലാഹ് അള്ളാഹുവിന് തൗഫീഖ് ഉണ്ടെങ്കിൽ സംവാദം നടക്കും. ഈ വിഷയത്തിലുള്ള സത്യം നമുക്ക് അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാനുള്ള അവസരം ലഭിക്കും. അപ്പൊ അത് വരെ, ആ എഴുത്ത് കൈമാറുന്നത് വരെ നിങ്ങൾ എല്ലാവരും ശാന്തമായിട്ട് ഇരിക്കണമെന്ന് ഉണർത്തുകയാണ്. സമാന കേസാണ്. പിന്നെ ആ എഴുതുന്ന ആള് മാത്രം മതി, അവിടെ വേറെ പ്രശ്നമല്ലല്ലോ. നമ്മുടെ എഴുതുന്ന ഒരാള് അയാൾ ഇരുന്ന് എഴുതുന്നുണ്ട്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, വളരെ ശാന്താണ്, നല്ല റൂട്ടിലൂടെ കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹം എഴുതട്ടെ, നമ്മളെ വാദം നേരത്തെ നമ്മൾ എഴുതാൻ എപ്പോഴോ റെഡി ആയതാണ്, നമ്മൾ എഴുതും, പ്രശ്നമല്ല. എഴുതി ഒപ്പുവെക്കും ഇൻഷാ അല്ലാഹ്. കരാർ എഴുതാൻ ഡേറ്റും തീരുമാനിക്കും ഇൻഷാ അല്ലാഹ്. അതിനിടയിൽ ഈ ഗ്യാപ്പ് ഒരു പ്രധാന ദുആക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താം. ഈ മജ്ലിസ് ദുആക്ക് ഇജാബത്ത് കിട്ടുന്ന മജ്ലിസാണ്. അത് എഴുതുന്നത് എഴുതട്ടെ, എഴുതി നമുക്ക് ലാസ്റ്റ് വായിച്ച് നമുക്ക് തീരുമാനങ്ങൾ റെഡി ക്ലിയർ ചെയ്യാം. ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി നമ്മൾ ആത്മാർത്ഥമായി ജിഹാദ് നടത്തുന്ന ഒരു പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഒത്തുകൂടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ തീർച്ചയായും നമ്മൾ മനസ്സറിഞ്ഞ് ദുആ ചെയ്താൽ ദുആക്ക് ഇജാബത്ത് കിട്ടും. അപ്പൊ ഈ ഗ്യാപ്പിൽ പ്രധാനപ്പെട്ട ഒരു ദുആ നമ്മൾ നടത്തുന്നുണ്ട്. ഈ സമയം നമുക്ക് ഫലവത്താകണം. ഞാൻ അങ്ങനെ ആ ദുആക്ക് താല്പര്യം കാണിക്കാൻ കാരണം, എന്റെ അനുഭവത്തിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു വിനീതൻ എന്ന നിലയിൽ എന്റെ മോളെ കുട്ടി ഇപ്പൊ 91 ദിവസമായി, പ്രസവിച്ചപ്പോ ഗുരുതരമായ സ്ഥിതിവിശേഷമായിരുന്നു. പക്ഷെ ക്ലാസ് റൂം വഴി ദുആ ചെയ്യാൻ ഏൽപ്പിച്ചപ്പോ നമ്മുടെ ആളുകൾ ദുആ ചെയ്തപ്പോ ഡോക്ടർമാരൊക്കെ പ്രതീക്ഷ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ സമയത്ത് ആ കുട്ടി അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ നമ്മുടെയൊക്കെ ആളുകളെ മനസ്സറിഞ്ഞുള്ള ദുആ കൊണ്ട് പൂർണ്ണ ആരോഗ്യത്തിലേക്ക് തിരിച്ചെത്തി എന്ന സന്തോഷ വാർത്ത ഞാൻ അറിയിക്കാം. ഇവിടെ നമ്മുടെ പ്രിയങ്കരനായ മുജീബ് ഫൈസി പൂലോട്
എനിക്കറിയാം, ഞാനത് മുൻകരുത്ത് പറയണം. അദ്ദേഹത്തിന്റെ ഒരു കുഞ്ഞുമായി ബന്ധപ്പെട്ട് വർഷങ്ങളായി അദ്ദേഹം വല്ലാതെ പ്രയാസപ്പെടും. ഇപ്പൊ ഇവിടൊക്കെ ഇരിക്കുമ്പോ മനസ്സ് വിങ്ങാണ്. അദ്ദേഹത്തിന്റെ കുട്ടി ഹോസ്പിറ്റലിലാണ്, ഭാര്യയാണ് ഉള്ളത്. അദ്ദേഹത്തിന് എത്തിപ്പെടാൻ വൈകിയത് കൊണ്ടുള്ള പ്രയാസം അദ്ദേഹം പങ്കിട്ടുകൊണ്ട് ഞങ്ങൾ ദ്വാരന്നിട്ട് നിങ്ങൾ പോകാൻ പോയിക്കോളി, ബാക്കി ഞങ്ങൾ കൈകാര്യം ചെയ്യാം. വളരെ പ്രയാസമുണ്ട്. അതുപോലെ നമ്മളെ വളരെ പ്രധാനപ്പെട്ട ഒരു സുഹൃത്തിന്റെ ഇതുപോലെ ഈ മേഖലയിലുള്ള ഒരാളുടെ ഒരു കുട്ടിക്കും ഇതുപോലെ പ്രയാസങ്ങളുണ്ട്. അതുപോലെ വിഷമം അനുഭവിക്കുന്ന നമ്മുടെയൊക്കെ മക്കൾക്ക് ശിഫയാകണമെന്നേ നമുക്ക് സമാധാനം ഉണ്ടാവുള്ളൂ. ആ ഒരു നീയത്ത് മാത്രം വെച്ചുകൊണ്ട് രോഗശമനം എന്ന ഒറ്റ നീയത്ത് ഇൻഷാ അല്ലാഹ് ആ കുട്ടികൾ സലാമത്താകണം. ആ ഒരു നീയത്ത് വെച്ചൊരു 10 സ്വലാത്ത് കുട്ടികൾക്ക് സുഖാണെന്നുള്ള വിഷയത്തിൽ അതുപോലെ നമ്മുടെ പ്രവർത്തകൻ ഇവിടെ നിന്ന് നെഞ്ചുവേദനയെ തുടർന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ട്. നമുക്കതും ഷിഫയാണ്. നമ്മൾ ഒരുപാട് ആളുണ്ട്. ഇതൊന്നും ഷിഫയാകണം എന്നുള്ളത് നമുക്ക് ആർക്കും തർക്കല്ല. തങ്ങളെ പേര് സ്വലാത്തില്ല, ഫലം ഉണ്ടാവും എന്നുള്ള സംശയമല്ല. അതുപോലെ ആക്സിഡന്റിൽപ്പെട്ട മറ്റൊരു സുഹൃത്ത്, ഇതുവർക്കൊക്കെ വേണ്ടി ദുആ ചെയ്താൽ ഇജാബത്ത് കിട്ടുന്നുള്ള കാര്യത്തിൽ നമുക്ക് തർക്കല്ല, നമ്മളെ AP സഹോദരന്മാർക്കും തർക്കല്ല. റസൂലുള്ളാഹിക്ക് നമ്മളിപ്പോ സ്വലാത്ത് ചെല്ലാതെ ആ സ്വലാത്ത് തങ്ങളിപ്പോ കാണുന്നുള്ള കാര്യത്തിലും അവർക്കും നമുക്കും തർക്കല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുമിച്ച് ഇവരൊക്കെ രോഗം ഷിഫയാകണമെന്ന കാര്യത്തിൽ തർക്കല്ല. അവരെഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരു 10 സ്വലാത്ത് നിയ്യത്ത് മാത്രം വെച്ചുകൊണ്ട് നമുക്ക് ഇൻഷാ അല്ലാഹ് ചൊല്ലാം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, 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 സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലിം. സഹോദരങ്ങളെ, അതുപോലെ നമ്മുടെ പ്രവർത്തകൻ ക്യാൻസർ ബാധിച്ചൊരു സുഹൃത്തിനു വേണ്ടി ദുആ ചെയ്യാനും, നിങ്ങൾ സദസ്സിലൊക്കെ ഉള്ള ആളുകൾ അതുപോലെ രോഗം കൊണ്ട് വിഷമിക്കുന്ന ആളുകൾക്ക് ശിഫായി നിയ്യത്ത് വെച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് ആമീനിട്ട്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു യുകാഫി മസീദ. യാ റബ്ബനാ ലക്കൽ ഹംദ് കമാ യൻബഗി ലിജലാലി വജ്ഹിക വഅദീം സുൽത്താനിക. സുബ്ഹാനക لا نحصي ثناء عليك أنت كما أثنيت على نفسك فلك الحمد حتى ترضى. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. അർഹമർ റഹീമായ റബ്ബേ, നീ ദയാലുവാണ്, സ്നേഹത്തിന്റെ പ്രതീകമാണ്, കാരുണ്യത്തിന്റെ പ്രതീകമാണ്. ഞങ്ങൾ ദുർബലരാണ്. ഈ സാധുക്കളായ ഞങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട നിന്റെ ദീനിനു വേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന നിന്റെ ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി രാവും പകലുമില്ലാതെ നടന്ന് പ്രവർത്തിക്കുന്ന, ചർച്ച ചെയ്യാവുന്ന മുഴുവൻ വൈജ്ഞാനികവും സമകാലികവുമായ കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് നമുക്ക് സംവാദത്തിൽ പണ്ഡിതന്മാർ ചർച്ച ചെയ്യും. അത് സാധാരണക്കാർക്ക് പല സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കാണാനും കേൾക്കാനും സാധിക്കുന്ന ഒരു അവസരമാണ് ഈ ഒളവട്ടൂരിൽ ഇവിടെ സംജാതമാകാൻ പോകുന്നത്. അപ്പൊ ആ നിലക്കുള്ള SKSSFന്റെ ലെറ്ററും SSFന്റെ ലെറ്ററും പരസ്പരം കൈമാറുന്നതിന് മുമ്പായിട്ട് അല്ലേ ഉസ്താദ്,
കൈമാറുന്നതിന് മുമ്പായിട്ട് ഈ രണ്ട് വാദങ്ങളാണ് കൈമാറുന്നത് എന്ന് നമ്മുടെ ഈ സദസ്യർ കേൾക്കാൻ വേണ്ടി നമുക്ക് ഇൻഷാ അല്ലാഹ് സ്റ്റേജിൽ വന്നിട്ട് അതൊന്ന് വായിച്ച് എന്നിട്ട് പിന്നെ അവർ പരസ്പരം പ്രവർത്തകന്മാർ കൈമാറും. അല്ലെ ശിഹാബ്, അങ്ങനെയല്ലേ ചെയ്യേണ്ടത്? ഇൻഷാ അല്ലാഹ് SSFന്റെയും SKSFന്റെയും ലെറ്ററുകൾ ഏതെങ്കിലും ഒരു പ്രവർത്തകന് സ്റ്റേജിലേക്ക് കൊണ്ടുവരണമെന്ന് അറിയിക്കാം. നമ്മളീ പറഞ്ഞ വാദങ്ങളാണ് പരസ്പരം ഏറ്റുമുട്ടുന്നത് എന്ന് നമുക്ക് സദസ്സിന് മുമ്പാകെ ആ കാര്യങ്ങൾ പ്രഖ്യാപിക്കാൻ സാധിക്കുക. അവരുടെ എഴുത്തുകൂടി പെട്ടെന്ന് എഴുതണം പ്രവർത്തകന്മാര്, അവരുടെ എഴുത്തുകൂടി കാത്തിരിക്കുകയാണ്. അതിനു മുമ്പായിട്ട് ഒരു സത്യാന്വേഷി ആണെന്ന് മറ്റുള്ളവരുടെ വിശദീകരണത്തിൽ നിന്ന് മനസ്സിലാക്കിയ ഒരു സഹോദരൻ ഒരു ചോദ്യം എഴുതിയിട്ടുണ്ട്. ആ ചോദ്യത്തിന്റെ ഒരു മറുപടി പറയാൻ ഉദ്ദേശിക്കുകയാണ്. അറിയപ്പെടുന്ന ഒരു വ്യക്തി കൊടുത്താൽ അതിന് സനദ് ആവശ്യമില്ല എന്ന് ഒരു AP പണ്ഡിതൻ പറയുന്നത് കേട്ടു. ഇത് ശരിയാണോ എന്നാണ്. ശരിയല്ല, അത് തെറ്റാണ്. യഥാർത്ഥത്തിൽ ഈ വിഷയത്തിൽ അതിന് അവര് അവലംബിക്കുന്ന തെളിവ് ബഹുമാനപ്പെട്ട അഹ്മദ് റളാഖാൻ റളിയല്ലാഹു അൻഹുവിന്റെ ബദറുൽ അൻവാർ എന്ന കിതാബിന്റെ 43-44 പേജുകളിൽ പറഞ്ഞ ഒരു വിഷയമാണ്. ഇതിൽ പറയുന്നത് എന്താണ്? 43-44 പേജിൽ പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ശഅർ അല്ലെങ്കിൽ ഒരു തിരുകേശം അംഗീകരിക്കണമെന്നുണ്ടെങ്കിൽ അതിന് സനദു തന്നെ വേണമെന്നില്ല. സനദിന്റെ സ്ഥാനത്ത് കാലങ്ങളായി, നൂറ്റാണ്ടുകളായിട്ട് ഖലഫൻ ആൻഡ് സലഫിൻ അത് അംഗീകരിച്ചു പോരുന്ന, തവാത്തുറായി പോരുന്ന, മുസ്ലിം ലോകം അംഗീകരിച്ചു പോരുന്ന അംഗീകാരമുണ്ടായാലും മതി, ആ നിലക്ക് പ്രസിദ്ധിപ്പെട്ടാലും മതി എന്ന് പറയുന്ന ഇബാറത്താണ്. നല്ലോണം മനസ്സിലാക്കണം. ബഹുമാനപ്പെട്ടവർ പറയാണ്, വഖദ് സറഹ അഇമ്മത്തുദ്ദീനിൽ ഹഖ്ൽ അജില്ലാ അന്നഹു ലാ ഹാജത ലഹു ഇലാ സനദിൻ ഐദൻ ബൽ യുഅല്ലമു ശൈഉൽ ലദി യസ്തഹിറു ബിസ്മി ഹദ്റത്തിൽ അഖ്ദസ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു പോകല്ലി അവിടെ ഇരിക്കി. നബി സല്ലല്ലാഹു നമ്മളെ SKSFന്റെ പ്രവർത്തകന്മാർ വേഗം എഴുതി കൊണ്ടുവരും. പ്ലീസ്. അപ്പോ കാലങ്ങളായി, നൂറ്റാണ്ടുകളായി നബിയുടേതായി അറിയപ്പെട്ടു പോരുക, അതാണ് പ്രസിദ്ധമാവുക എന്നതിന്റെ അർത്ഥം. അതാണ് അതിന്റെ അർത്ഥമെന്ന് ബഹുമാനപ്പെട്ട അബ്ദുൽ ഗനിയ്യ് നാബുലുസി റളിയല്ലാഹു തആല അൻഹു തന്റെ കിതാബിൽ പറഞ്ഞതായിട്ട് ബഹുമാനപ്പെട്ട യൂസുഫ് നബ്ഹാനി റളിയല്ലാഹു തആല അൻഹു തന്റെ ജവാഹിറുൽ ബിഹാറിൽ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ടവര് വളരെ വ്യക്തമായി പറയാണ്, വഅൻത ഖബീറും ബിഅന്ന ഹാദിഹിൽ ആസാർ അന്നബവിയ്യ അല്ലതി ഇസ്തഹറത് ബൈനൻ നാസ് വയഅലമുഹൽ ഖലഫു അനിസ് സലഫി. കണ്ടോ, പ്രസിദ്ധമായി വന്ന തിരുശേഷിപ്പുകൾ അംഗീകരിക്കണമെന്ന് പറഞ്ഞാൽ സലഫിൽ നിന്ന് ഖലഫ് അഥവാ മുൻഗാമികളിൽ നിന്ന് പിൻഗാമികളിലേക്ക് വളരെ പ്രസിദ്ധപ്പെട്ട് അംഗീകരിച്ചു പോരുന്ന തിരുശേഷിപ്പുകളായി ബഹുമാനിക്കണം എന്നാണ് ബഹുമാനപ്പെട്ട അഹ്മദ് റളാഖാൻ റളിയല്ലാഹു അൻഹുവും അതുപോലെ തന്നെ അബ്ദുൽ ഗനിയ്യ് നാബുലുസിയൊക്കെ പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ ഏതെങ്കിലും ഒരു നിലക്ക് കുപ്രസിദ്ധനായ ഒരു വ്യക്തി വന്നിട്ട് ഇത് റസൂലുള്ളാഹിന്റേതാണെന്ന് പറഞ്ഞാൽ അംഗീകരിക്കണമെന്ന് പറയുന്ന ഒരൊറ്റ ഇബാറത്ത് ഒരു കിതാബിലുമില്ല. അത് AP പണ്ഡിതൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ് എന്നാണ് ആ ചോദ്യത്തിന് ആ സത്യാന്വേഷിയോട് പറയാനുള്ള വ്യക്തമായ മറുപടി. നമ്മുടെ ചർച്ച വളരെ ഫലപ്രദമായി മുന്നോട്ട് പോകുമ്പോൾ ഇതിലേറ്റവും നിർണായകമായ ഘട്ടം ഈ മുടിയെക്കുറിച്ച് കേരളത്തിൽ സംവാദം നടക്കണം എന്നാണ് നമ്മൾ ആത്മാർത്ഥമായ ആഗ്രഹം.
ഒരുപാട് സ്ഥലങ്ങൾ നമ്മൾ ശ്രമിച്ചിട്ടുണ്ട്. നമ്മുടെ സുഹൃത്തുക്കൾ ഒഴിഞ്ഞു വഴുതി മാറി പോകും. ഒരു സ്ഥലത്തും പിടുത്തം കിട്ടിയിട്ടില്ല. അതുകൊണ്ട് മണ്ണാർക്കൽ പരമാവധി വിട്ടുവീഴ്ച ചെയ്ത് തയ്യാറായത്. പക്ഷെ എന്നിട്ടും അവിടെ നബിയുടെ മുടിയാണ് എന്ന് പറയാൻ അവർ തയ്യാറായിട്ടില്ല. ഇപ്പൊ നമ്മൾ ക്ലിയർ ചെയ്ത കാര്യം, ദാരിമി ക്ലിയർ ചെയ്ത കാര്യം നിങ്ങൾ ഓർമ്മയിലുണ്ടാവും. ഞാൻ ഓർമ്മയ്ക്ക് വേണ്ടി ഒരിക്കൽ കൂടി പറയുകയാണ്. നേരത്തെ ഇവിടെ 5 തവണ അങ്ങോട്ടും ഇങ്ങോട്ടും കത്ത് കൈമാറി. നമ്മൾ ഈ വിഷയത്തിൽ ഉറച്ചു നിന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുടിയല്ല അത് എന്ന്. നമ്മുടെ SSFന്റെ സുഹൃത്തുക്കൾ എഴുതിയ കത്തുകളൊക്കെ ഉള്ള നീണ്ട കത്തുകളാണ്. അതിൽ നമ്മൾ ചേളാരിക്കാർ വഹാബികളാണ് എന്നും വഹാബി വാദാണുള്ളതെന്നും ഈ തരത്തിലുള്ള ഒരുപാട് വിഷയങ്ങളാണ്. അത് ലോകത്തുള്ള ആധാറുകളെ കുറിച്ച് മൊത്തം ചർച്ച ചെയ്യണമെന്നും അതൊന്നും നിങ്ങൾക്ക് വിശ്വാസമല്ല എങ്ങനെയാണെങ്കിൽ എന്നൊക്കെയുള്ള കത്തുകളാണ് തന്നത്. ഇപ്പൊ അത് ക്ലിയർ ചെയ്തിട്ട് അതൊക്കെ അവസാനിച്ചു. ലാസ്റ്റ് നമ്മളൊരൊറ്റ പോയിന്റിലെത്തി. ഞങ്ങൾ വാദിക്കുന്നു, ആ ഉറച്ച വാദം കാരന്തൂർ മർക്കസിൽ കാന്തപുരം സൂക്ഷിച്ചു വെച്ച മുടികൾ അത് ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടേതല്ല. ക്ലിയറാണ് ആ വാദം. തിരിച്ച് കാരന്തൂർ മർക്കസിൽ കാന്തപുരം സൂക്ഷിച്ച മുടികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടേതാണ് എന്ന് വാദം തിരിച്ച് എഴുതി തരാൻ തയ്യാറുണ്ടോ എന്ന് ചോദിച്ചു. ആദ്യം ഒഴിഞ്ഞു മാറിയെങ്കിലും തയ്യാറുണ്ട് എന്ന് ഇവിടുത്തെ ഉത്തരവാദപ്പെട്ട SSFന്റെ പ്രവർത്തകന്മാർ അറിയിച്ചു. അതനുസരിച്ച് എഴുതാൻ അവസരം കൊടുത്തു. അത് നമ്മളൊന്ന് വായിച്ച് കേൾപ്പിക്കുക ആദ്യം. എന്നിട്ട് വേണം കരാറിന് ഇരിക്കാൻ ഡേറ്റ് നിശ്ചയിക്കാൻ. SKSമാർ എഴുതിയത് ആയെന്ന് വായിക്കട്ടെ. അവിടെ മൈക്കിൽ പോയിട്ടൊന്ന് വായിക്കട്ടെ. 2 കൂട്ടരും വായിക്കട്ടെ. SKSമാർ പറഞ്ഞ മാതിരി എഴുതിയിരുന്നു നോക്കാം. എവിടെ SKSന്റെ ആൾക്കാരില്ല? അവിടെ ക്ഷമിച്ചോളൂ, ഇതൊക്കെ ഒരു വലിയ വിഷയമാണ്. കാരണം എഴുതിണ്ടാക്കുന്ന വിഷയമാണ്. അപ്പൊ വാക്കുകളൊക്കെ ശ്രദ്ധിക്കേണ്ടി വരും. അപ്പൊ ശ്രദ്ധിച്ച് എഴുതി വെച്ചത് വായിച്ചോട്ടെ. വായിച്ചോളൂ. അവിടെ കൊണ്ടുവയ്ക്കാം. ഇവിടെ വായിക്കണ്ട. ഇത് വന്നോട്ടെ. അവിടെ വായിച്ചാൽ മതി. തരാം അടക്കട്ടെ. SKSFന്റെ വാദം എഴുതിയത് SKSFന്റെ തന്നെ പ്രതിനിധി. ഇത് അബ്ദുൽ ജലീൽ വായിക്കണം. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. നമ്മൾ പറഞ്ഞ പോലെ അയക്കണോ ഇല്ലേ തിരുത്തണം നമുക്ക്. 27/4/2014 കാരന്തൂർ മർക്കസിൽ AP അബൂബക്കർ മുസ്ലിയാർ സൂക്ഷിച്ച മുടികൾ നബിയുടേതല്ല എന്ന വാദം തെളിയിക്കാൻ വേണ്ടിയുള്ള സംവാദ വ്യവസ്ഥയ്ക്കിരിക്കാൻ ആലങ്ങാട് മഹല്ല് SKSSF 1000 വട്ടം തയ്യാറാണ്. നമ്മൾ പറഞ്ഞതുപോലെ ഇവര് എഴുതിയിട്ടുണ്ടെന്ന് അറിയല്ലേ? നമ്മൾ നിശ്ചയിച്ച പോലെ കാരന്തൂർ മർക്കസിലെ കാന്തപുരത്തിന്റെ കൈവശമുള്ള മുടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാം തെളിയിക്കാൻ 1000 വട്ടം അവരവ് കൂട്ടിയതാണ്. അവിടെ നിന്നോട്ടെ, അത് തെളിയിക്കാൻ തയ്യാറാണെന്നുള്ള ആശയം അവരെഴുതി. തിരിച്ച് മറുവിഭാഗം എഴുതേണ്ടിയിരുന്നത് കാരന്തൂർ മർക്കസിൽ സൂക്ഷിച്ചു വെച്ച മുടി പ്രവാചക തിരുമേനിയുടേത് തന്നെയാണെന്ന് 10,000 വട്ടം തെളിയിക്കാൻ തയ്യാറാണെന്നാണ് എഴുതേണ്ട അവരുടെ സ്വഭാവം അനുസരിച്ച്. എന്നാ പഴയ ശൈലി വീണ്ടും ആവർത്തിച്ച് മനുഷ്യനെ കബളിപ്പിക്കുക. ഇവർ എഴുതി കൊടുത്ത കത്തില് ഇവിടെ 6 തവണ അവരോട് വായിപ്പിക്കും. അവർ വായിപ്പിക്കും. അതിന്റെ ആമുഖം പറയട്ടെ. അവർ തന്നെ വായിക്കണം ഈ കത്ത്. ഇതുവരെ നമ്മളെ കൊണ്ട് കളിപ്പിച്ച ഈ 6 കത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറിയ മാതിരി വീണ്ടും ഒരു കത്ത് എഴുതിയേക്കാണ്. ഞാനത് വായിക്കണില്ല, അവർ തന്നെ വായിക്കട്ടെ. അവർ സെക്രട്ടറി കൊടുക്കുക കത്ത്. ഇത് മനുഷ്യനെ കളിപ്പിക്കുക. അവരെ കൈക്കൊള്ളു വായിക്കട്ടെ അവരെ കത്ത്. മനുഷ്യനെ കളിപ്പിക്കേ. ആ ഒറ്റ വാചകം ക്ലിയർ ആയിട്ട് എഴുതണം. വേണ്ടാത്തൊന്നും എഴുതരുത്. പിന്നെയും പഴയതിലേക്ക് തിരിച്ചുകൊണ്ട് വായിക്കട്ടെ. ആ കത്ത് വായിക്കണം. ഉസ്താദെ, നിങ്ങൾ കത്ത് ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. അല്ല, വിശദീകരണമല്ല, കത്ത് വായിച്ചോളാം. അതാ 27/2/2014 ആലങ്ങാട് SKSSFന്റെ ലെറ്റർ ഹെഡിൽ നിങ്ങൾക്ക് ഞങ്ങൾ തന്ന കത്ത് പ്രകാരം. ശരി, കത്ത് വായിക്കട്ടെ. കത്ത് വായിക്കൽ ആവശ്യം. വേറെ പ്രസംഗം വേണ്ട അവിടെ. ഹലോ, നിങ്ങൾ വായിക്കുന്നതിനിടെ മൈക്ക് ഓഫ് ആക്കല്ലേ? ഇല്ല, വായിച്ചാൽ നിങ്ങൾ ആ സ്ഥിരം ശൈലി നിങ്ങൾ ഉപേക്ഷിക്കണം. 27/2/2014 ഞാനിത് വായിച്ചിട്ട് അല്ല, ഞാൻ വായിച്ചോളാം. വായിക്കാം. അത് വായിക്കാൻ കഴിയുമെങ്കിൽ വായിച്ചിട്ടേ ഉള്ളൂ. 1000 വട്ടം വായിക്കുകയാണ്. 27/2/2014 ആലങ്ങാട് SKSSFന്റെ ലെറ്റർ ഹെഡിൽ നിങ്ങൾ ഞങ്ങൾക്ക് തന്ന കത്ത് പ്രകാരം
ഞങ്ങൾ സംവാദ വ്യവസ്ഥയ്ക്ക് ഇരിക്കാൻ 1000 വട്ടം തയ്യാറാണ്. തീയതി കാണുന്നതിനും തുടർ ചർച്ചയ്ക്കും TP മുഹമ്മദ് റഫീഖുമായി ബന്ധപ്പെടുക എന്ന് TP മുഹമ്മദ് റഫീഖ്, ഫോൺ നമ്പർ 8301084916. യെസ്, അവിടെ കേട്ടെ. ഇനി ഞാൻ പറയട്ടെ മോനെ, ഒന്നിരിക്കെ ഒരു മിനിറ്റ് ഇരിക്കും മോനെ. ഞാൻ ഈ സദസ്സിനോടാണ് ചോദിക്കുന്നത്, ഈ കത്തില് നമ്മൾ ക്ലിയറായി എത്ര സമയത്തിന് ചെലവഴിച്ചിട്ടുണ്ട് സംവാദം നടക്കട്ടെ എന്ന് വിചാരിച്ചിട്ട്? SKSSFന്റെ വാദം 5 കത്തിലും ഇത് കൊടുത്ത ഒരേ ആശയമാണ്. അത് തന്നെ ക്ലിയർ ചെയ്ത് വീണ്ടും എഴുതണമെന്ന് പറഞ്ഞു. കാരന്തൂർ മർക്കസിൽ കാന്തപുരം സൂക്ഷിച്ചു വെച്ച മുടികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ല. ആ വാദം തെളിയിക്കാൻ സംവാദം തയ്യാറാണെന്ന് അവർ എഴുതി. തിരിച്ചു ഒഴിഞ്ഞു മാറാതെ വേറെ വാചകങ്ങളൊന്നും കാണിക്കാതെ കാരന്തൂർ മർക്കസിൽ സൂക്ഷിച്ച മുടി നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആണ് എന്ന് നിങ്ങൾക്ക് എഴുതിത്തരാൻ കഴിയുമോ എന്ന് ചോദിച്ചു. കഴിയുമെന്ന് പറഞ്ഞു. ഈ വായിച്ച കത്തിലെങ്ങനെ വാചകം ഉണ്ടോ പറയും. ഇങ്ങനത്തെ ആൾക്കാരോട് പിന്നെ നമ്മൾ ഈ സമയം കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ആ മൈക്ക് അടുത്ത ആൾക്ക് വേണമെങ്കിൽ കൊടുക്കുക, അല്ലെങ്കിൽ പരിപാടി നമുക്ക് ഒരു ടൈം അനുസരിച്ച് വയ്ക്കാം. എല്ലാവരും നമ്മുടെ വിഖായയുടെ പ്രവർത്തകന്മാരുടെ നിർദ്ദേശങ്ങൾ മാനിച്ചുകൊണ്ട് അവിടെ കൃത്യമായിട്ടിരിക്കുക. എന്റെ സഹോദരങ്ങളെ, SKSSFന്റെ ലെറ്ററിലുള്ള കത്ത് എന്താ? നമ്മൾ ഇവിടെ തീരുമാനിച്ചത് SKSFന്റെ വാദമായിട്ട് ഈ ഉള്ളവൻ മൈക്കയിലൂടെ പരസ്യമായി പറഞ്ഞ വാദവും SSFന്റെ വാദവുമായിട്ട് SSFന്റെ ബഹുമാനി പ്രവർത്തകൻ മൈക്കയിലൂടെ പരസ്യമായി പറഞ്ഞ വാദവും തമ്മിൽ എഴുതി കൈമാറുക എന്നതായിരുന്നില്ലേ? അതിന്റെ അടിസ്ഥാനത്തിൽ SKSSF എഴുതി, കാരന്തൂർ മർക്കസിൽ AP അബൂബക്കർ മുസ്ലിയാർ സൂക്ഷിച്ച മുടികൾ നബിയുടേതല്ല എന്ന വാദം തെളിയിക്കാനുള്ള സംവാദത്തിന് വ്യവസ്ഥയ്ക്കിരിക്കാൻ ആലങ്ങാട് ശാഖ SKSSF തയ്യാറാണ് എന്നാണ് ഇതിൽ എഴുതി വെച്ചത്. അതേ സമയത്ത് നിങ്ങൾ നോക്കൂ, SSFകാരൻ എഴുതി തന്നത് എന്താ? അവരുടെ അഭിസംബോധനം പോലും മാന്യമല്ല. ചേളാരി സുന്നികൾക്ക് എന്നാണ് എഴുതിയിട്ടുള്ളത്. എന്തോ ആവട്ടെ, ഞങ്ങൾ അതിനെപ്പറ്റി ഒന്നും പറയുന്നില്ല. ചേളാരി സുന്നികൾക്ക് 27/2/2014 എന്നാണ് എഴുതിയിട്ടുള്ളത്. 2014 എന്നായിരിക്കും ഉദ്ദേശം അല്ലേ? 27/2/204 അല്ല, 2014 ആലങ്ങാട് SKSSFന്റെ ലെറ്റർ ഹെഡിൽ നിങ്ങൾ ഞങ്ങൾക്ക് തന്ന കത്ത് പ്രകാരം ഞങ്ങൾ സംവാദ വ്യവസ്ഥയ്ക്കിരിക്കാൻ 1000 വട്ടം തയ്യാറാണ്. തീയതി കാണുന്നതിനും തുടർ ചർച്ചകൾക്കും TP മുഹമ്മദ് റഫീഖുമായി ബന്ധപ്പെടുക. ഇതാണോ എഴുതാൻ വേണ്ടി പറഞ്ഞത്? കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ കാരന്തൂർ മർക്കസിൽ നബിയുടേതാണെന്ന് പറഞ്ഞ് സൂക്ഷിച്ചിട്ടുള്ള കേശങ്ങൾ നബിയുടേതാണ് എന്ന് എഴുതാനല്ലേ പറഞ്ഞത്? അതല്ലേ അയാൾ മൈക്കിയിലൂടെ പറഞ്ഞത്? ഇവരെഴുതിയ കത്തിലെന്താണെന്ന് അറിയോ? കണ്ടോ, കത്തിലുണ്ട് എന്നാണ് അവർ പറയുന്നത്. ഈ കത്തില് എന്ന് പറഞ്ഞാല് നമ്മൾ കണ്ടോ 1, 2, 3, 4, 5, 6, 7, 8 വരിയില് ഒരു ചെറിയ ഒരു വാദം എഴുതിയിട്ട് നമ്മളൊരു ലെറ്റർ അവർക്ക് കൊടുക്കുകയാണ്. ആ ലെറ്ററിന് ഇവർ തന്ന മറുപടി നോക്കണം. നിങ്ങൾ നോക്കൂ, ഒരു നീണ്ട ലേഖനമാണ് അവർ മറുപടി തന്നത്. നീണ്ട ലേഖനം. ഇതിൽ എന്താ നിങ്ങളെ വാദം? എന്താ കൂട്ടരെ നിങ്ങളെ വാദം? ഒന്നുമില്ല. കുറേ ആണെന്ന് വാരി വലിച്ചെഴുതിക്ക. ഇതൊക്കെ പാടെ ഇവിടെ വായിക്കുകയാണെങ്കിലേ കണ്ടോ എത്ര ഉണ്ട്? 2 ലെറ്റർ പേരിലായിട്ട് ചെറിയ അക്ഷരങ്ങളിലായിട്ട് നീണ്ട ഒരു ലേഖന മോഡലിലാണ് ഇവർ മറുപടി തന്നിട്ടുള്ളത്. ഇതിൽ തങ്ങളുടെ വാദം എന്താണെന്ന് ഒന്ന് സൂചിപ്പിക്കാൻ പോലും തയ്യാറാവാതെയാണ് നമ്മുടെ കത്തിന് ഇവർ പ്രതികരിക്കുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത്, ഇനിയിപ്പോ നമ്മൾ ഈ കത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ വ്യവസ്ഥയ്ക്ക് ഇരുന്നു സങ്കല്പിക്കുക. നിങ്ങൾക്കറിയില്ലേ സാലിബകുല്ലി സഖാഫിനെ? അയാൾ ഒരു സാലിബകുല്ലി എന്ന് പറഞ്ഞാല് സാലിബകുല്ലി ആവണമെന്നുണ്ടെങ്കിൽ ആണ് എന്നുള്ളതിന് എന്തെങ്കിലും ഒരു സാധ്യത ഇല്ലാതിരിക്കണം എന്ന് പറഞ്ഞിട്ട് ആദ്യം മുതൽക്ക് അവസാനം വരേക്കും വാദം എഴുതാൻ തയ്യാറാവില്ല. എന്നിട്ട് 3 മണിക്കൂർ മധ്യസ്ഥന്മാർ നിശ്ചയിച്ച 3 മണിക്കൂർ കൈയിടാൻ പിരിഞ്ഞു പോകും. എന്താ കുട്ടിക്കളിയാ? നിങ്ങൾക്കിത് കുട്ടിക്കളിയാ?
അപ്പൊ അതുകൊണ്ടാണ് എന്റെ പ്രവർത്തകനോട്, SSFന്റെ ബഹുമാനായ പ്രവർത്തകനോട് വളരെ താഴ്മയുടെ ഭാഷയിൽ പറഞ്ഞത്. ഇപ്പൊ നിങ്ങൾ മൈക്കയിലൂടെ പറഞ്ഞ ആ വാക്ക് ഏതാണ്? ആ വാക്ക് കാരന്തൂർ മർക്കസിൽ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ സൂക്ഷിച്ചിട്ടുള്ള കേശങ്ങൾ നബിയുടേതാണ് എന്ന വിഷയത്തിൽ വാദപ്രതിവാദത്തിന് തയ്യാറാണ് എന്നൊന്ന് എഴുതി തരുമെന്ന് പറഞ്ഞിട്ട് അവരെ എഴുതി തന്നോ? ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ കോമാളിത്തരത്തിന് ഞങ്ങളെ കിട്ടില്ല. ശരിക്ക് ആണ് എന്ന് വാദിക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങളെ സംവാദത്തിന് ഞങ്ങൾ വെല്ലുവിളിക്കുന്നു. 1000 വട്ടം വെല്ലുവിളിക്കുന്നു, 10,000 തവണ വെല്ലുവിളിക്കുന്നു. തയ്യാറുണ്ടോ? ശരി, നമുക്ക് ഈ ഭാഗം കഴിഞ്ഞ് അടുത്ത ഭാഗത്തേക്ക് പ്രവേശിക്കണം. സുഹൃത്തുക്കൾ ശ്രദ്ധിക്കണം, ഒരു മിനിറ്റ് ശ്രദ്ധിക്കണം. ഒരു മിനിറ്റ് നമുക്ക് അടുത്ത വഴി മുന്നോട്ട് കാര്യങ്ങൾ നീക്കണല്ലോ. സുഹൃത്ത് ഇവിടുത്തെ ശാഖ SSFയുടെ എഴുതുന്ന ആളാരെ പേരെന്താ? അല്ല പേരാരാണ്? റഫീഖ് അല്ലേ? റഫീഖ് സാഹിബ് ഒരു കാര്യം ശ്രദ്ധിക്കും. ഇനി അങ്ങോട്ടും ശ്രദ്ധിക്കല്ലേ, ഈ കാര്യം നമുക്ക് പൂർത്തിയാക്കാം. ഒറ്റ കാര്യം ചോദിക്കട്ടെ, കാരന്തൂർ മർക്കസിലുള്ള മുടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടേതാണെന്ന് റഫീഖ് വിശ്വസിക്കുന്നുണ്ടോ? മൈക്ക് കൊടുക്ക. വിശ്വസിക്കുന്നുണ്ടോ? ഉണ്ട്. യെസ്. അത് എഴുതി തരാൻ തയ്യാറുണ്ടോ? ഞാൻ തയ്യാറുണ്ട്. എനിക്ക് പറയാനുള്ളത് കേൾക്കണം. പറയാനില്ല. തയ്യാറുണ്ടോ? ഒരു വാക്ക് ഉണ്ട്. എനിക്ക് പറയാനുള്ളത് കേൾക്കണം. പറയാണ്ടെങ്കിൽ എഴുതും. തീർച്ചയായിട്ടും എഴുതും. മതി. അപ്പോ ഈ ജനങ്ങൾ കണ്ടില്ലേ, ആദ്യം തയ്യാറാണ് എന്ന് പറഞ്ഞു. കാരന്തൂർ മർക്കസിലെ മുടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആണെന്ന് വാദം എഴുതാൻ തയ്യാറാണെന്ന് പറഞ്ഞു. അതനുസരിച്ച് സമയം നീക്കിവെച്ചു. SKSF അല്ലാന്ന് എഴുതി. ഇതാ റഫീഖ് ലെറ്റർ പേഡിൽ SSF ആണ് എന്ന് എഴുതി കൊണ്ടുവന്നിട്ടില്ല. ഇനി അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾക്കത് വിശ്വാസമുണ്ടോ? തങ്ങളെ മുടിയാണ്, വിശ്വാസമുണ്ട് തന്നു. എഴുതാൻ തയ്യാറുണ്ടോ? ഉണ്ട് തന്നു. ഈ പരിപാടി കഴിയുന്നതിന് മുമ്പ് ഏത് സെക്കൻഡിലായിരുന്നാലും കഴിഞ്ഞിട്ട് നീ കൊണ്ടുവരുന്ന കത്ത് നിങ്ങൾക്ക് 1 മിനിറ്റ് മതി. കാരന്തൂർ മർക്കസിൽ സൂക്ഷിച്ചു വെച്ച മുടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടേതാണെന്ന് എഴുതി തരാൻ 1/2 മിനിറ്റ് നേരം മതി. നിങ്ങൾ വെള്ളക്കടലാസ് എഴുത്തുന്നത് സ്വീകരിക്കും. നിങ്ങളെ കൈവശം കടലാസ് ഉണ്ടെങ്കിൽ കടലാസ് തരാം. ഈ പരിപാടി കഴിയുന്നതിന് മുമ്പ് അങ്ങനെ റഫീഖ് എഴുതി തരികയാണെങ്കിൽ സംവാദത്തിന് കരാർ എഴുതാനുള്ള വ്യവസ്ഥ ഇവിടെ വെച്ച് തയ്യാറാക്കും. അതിനുവേണ്ടിയുള്ള സമയം ഇതാ നീക്കി വെച്ചിരിക്കുന്നു. അടുത്ത പരിപാടിയിലേക്ക് പ്രവേശിക്കാണ്. ആ കത്ത് തരട്ടെ. കത്ത് വെയിറ്റ് ചെയ്യാണ് ഇൻഷാ അല്ലാഹ്. ഇനി നമുക്ക് അടുത്ത പരിപാടി ആലോചിക്കാണ് ഇൻഷാ അല്ലാഹ്. മൈക്കറില്ല. ഇനി കത്താ വേണ്ടേ? ഇനി മൈക്കല്ല, കത്ത്. അവിടെ മൈക്ക് കൊടുക്കണ്ട. കത്തിൽ എഴുത്തട്ടെ. വിശ്വാസം എഴുതാൻ പറ്റൂ? എഴുതാൻ പറ്റാത്ത വിശ്വാസം ഉണ്ടോ? അവിടെ നമ്മളെ വിശ്വാസം നമുക്ക് എഴുതാൻ പറ്റും. ആണത്തമുണ്ടെങ്കിൽ എഴുതി തരണം. നമുക്ക് ചർച്ച ചെയ്യാം, സംവാദം ചെയ്യാം. നിങ്ങളെ നേതാക്കൾ സമ്മതിക്കൂടാതെ തങ്ങളെ മുടിയാണെന്ന് എഴുതരാൻ പൊന്മള പ്രശ്നം ഉണ്ടാക്കും, പേരോട് പ്രശ്നം ഉണ്ടാക്കും. ഞങ്ങൾക്കറിയാം നിങ്ങൾ എഴുതിത്തരില്ല. ആണത്തമുണ്ടെങ്കിൽ എഴുതി തന്നാൽ ഇൻഷാ അല്ലാഹ് സംവാദത്തിന് ഇന്ന് ഡേറ്റ് നിശ്ചയിക്കും. എഴുതിട്ട് പോകാം ഇൻഷാ അല്ലാഹ്. ഇല്ലെങ്കിൽ അടുത്ത വിഷയത്തെ പ്രവേശിക്കാം. നമുക്ക് അടുത്ത പരിപാടി എന്താ? അവസാനിക്കുക. ശരി, നമുക്ക് ഒരു കാര്യം ചെയ്യാം. അവര് എഴുതി ജലി ഓല എഴുതാനിക്കോട്ടെ, എനിക്ക് ഇടപെടണ്ട. അവരെഴുത്തുന്ന നമ്മൾ ഇടപെടണ്ട. നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പായിട്ട് ഒരു 10 സ്വലാത്തുകൾ ഇത് റസൂലുള്ളാഹിന്റെ സഹായം വരട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب صل عليه وسلم. ആ സദസ്
ഹലോ, അവിക്കാന്റെ സഹോദരങ്ങളെ, സദസ്സ് ശാന്തമായിട്ട് അവിടെ ഇരുന്നതുപോലെ നമ്മള് സദസ്സ് പിരിയാൻ ഉള്ള സമയമായിരിക്കുന്നു. ഇൻഷാ അല്ലാഹ് ഇവിടെ ബഹുമാന്യനായ SSFന്റെ ബഹുമാന്യ പ്രവർത്തകൻ കൃത്യമായി മൈക്കയിലൂടെ വിളിച്ചു പറഞ്ഞു, കാന്തപുരം മർക്കസിൽ സൂക്ഷിച്ചിട്ടുള്ള മുടികൾ നബിയുടേതാണെന്ന് വാദിക്കാൻ ഞങ്ങൾ സന്നദ്ധരാണെന്ന് കൃത്യമായി വിളിച്ചു പറഞ്ഞു. എങ്കിൽ അത് നിങ്ങളുടെ ലെറ്റർ പേരിൽ വാദമായി എഴുതിത്തരൂ എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ വാദം അവരുടെ ലെറ്റർ പേരിലും അല്ല എന്ന SKSFന്റെ വാദം SKSFന്റെ ലെറ്റർ പേരിലും കൈമാറാം എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ കൈമാറി നോക്കിയപ്പോൾ SKSF അവരുടെ വാദം കൃത്യമായി നമ്മുടെ സ്റ്റേജിൽ നിന്ന് പറഞ്ഞതുപോലെ തന്നെ എഴുതുകയും SSFകാരൻ പഴയ കോമാളിത്തരം ചെയ്യുകയും ചെയ്ത വളരെ ദാരുണമായ രംഗമല്ലേ നമ്മൾ കണ്ടത്. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, യുവാക്കളെ, സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, ഈ വിഷയത്തിൽ നിഷ്പക്ഷമായി നമ്മൾ ആലോചിക്കുമ്പോൾ നമുക്കിവിടെ ആരോടും വാശിയില്ല. ഇതൊരു സംഘടനാപരമായ പ്രശ്നമല്ല, അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഗ്രൂപ്പിന്റെ പ്രശ്നമല്ല. മറിച്ച് ഇത് പുന്നാര ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടേതാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ആശയം ഇവിടെ കൊണ്ടുവരുമ്പോൾ, നബിയുടേതാണെന്ന് പറഞ്ഞുകൊണ്ടൊരു ശേഷിപ്പ് ഇവിടെ കൊണ്ടുവരുമ്പോൾ, ആ ശേഷിപ്പ് എന്തടിസ്ഥാനത്തിൽ നിങ്ങൾ നബിയുടേതാണെന്ന് പറയുന്നു എന്ന ചോദ്യത്തിന് വക്രീകരിച്ച മറുപടികൾ നൽകിക്കൊണ്ട് പല ജാതി നുണകൾ എഴുതിയും പ്രസംഗിച്ചും ഇവിടെ പ്രചരിപ്പിച്ചുകൊണ്ട്, ഇന്നലെ പറഞ്ഞത് ഇന്ന് വിഴുങ്ങിക്കൊണ്ട്, ഇന്ന് പറഞ്ഞത് നാളെ വിഴുങ്ങിക്കൊണ്ട്, ഇത് 100% പച്ചക്കള്ളമാണെന്ന് പൊതുജനത്തെ ബോധ്യപ്പെടുത്തപ്പെട്ട ഈ കാര്യം ഇതൊരിക്കലും തന്നെ പുണ്യനബിയുടെ പേരിൽ പറയാൻ പാടില്ല എന്നുള്ളത് അല്ലാഹുവിന്റെ റസൂലിനോടുള്ള മഹബ്ബത്തിന്റെ ഭാഗമാണ്. സത്യദീനിന്റെ യഥാർത്ഥമായ നിലനിൽപ്പിന് വേണ്ടിയുള്ള പരിശ്രമമാണ്. ആ ഒരു പരിശ്രമത്തിന് വേണ്ടിയാണ് എന്റെ മുഅ്മിനീങ്ങളെ നമ്മൾ ഈ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് കേവലം ഒരു സംഘടനാപരമായ ഒരു ഭിന്നിപ്പിന് വേണ്ടി ചെയ്യുന്ന കാര്യമല്ല, അല്ലെങ്കിൽ എന്തെങ്കിലും മറ്റെന്തെങ്കിലും സമകാലികമായ പ്രശ്നങ്ങളെ കുറിച്ചുള്ള ഒരു സംവാദമല്ല. മറിച്ച് അല്ലാഹുവിന്റെ റസൂലിലേക്ക് ഒരു വിഷയത്തെ ചേർത്തിപ്പറയുമ്പോൾ ഇസ്ലാമിക ലോകം അവലംബിച്ച മാനദണ്ഡങ്ങൾ 100% തള്ളിക്കളഞ്ഞുകൊണ്ട് കൊണ്ടുവരപ്പെട്ട ഒരു സംഭവം, ആ സംഭവം നബിയുമായി ബന്ധമില്ല എന്ന SKSSFന്റെയും സമസ്തയുടെയും വളരെ ചിന്താർഹമായ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു സംവാദത്തിന് തയ്യാറുണ്ടോ എന്ന് ചോദിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങൾ പലതായി. അതിനുവേണ്ടി വ്യവസ്ഥക്കിരിക്കാൻ തുടങ്ങിയിട്ട് പല വർഷങ്ങളുമായി. കീശേരിക്കടുത്തുള്ള തനിയാമ്പറത്ത് വെച്ചുകൊണ്ടൊരു വ്യവസ്ഥക്കിരുന്നു. അതുപോലെ തന്നെ തൃശൂർ ജില്ലയിലുള്ള പാരിപ്പള്ളിയിൽ വെച്ചുകൊണ്ട് ഞങ്ങൾ വ്യവസ്ഥക്കിരുന്നു. അന്നും ഇന്നുമെന്നും ഞങ്ങൾ ഒരേ വാദമാണ് കൊടുത്തിട്ടുള്ളത്. ഒരു സംവാദത്തിനൊരു വാദം വേണം, അതിനുശേഷം പിന്നീട് പ്രമാണം പറയണം, സംവാദത്തിന്റെ സ്വഭാവം തീരുമാനിക്കണം. ഞങ്ങളുടെ വാദം അന്നും ഇന്നും എന്നും നമ്മുടെ വാദം എന്താണ്? അത് നബിയുടേതല്ല. എന്നാൽ അത് നബിയുടേതാണ് എന്ന് പറയാൻ അവർക്ക് അന്നും സാധിച്ചില്ല, തനിയാമ്പർത്തും സാധിച്ചില്ല, പാരിപ്പള്ളിയിലും സാധിച്ചില്ല, എവിടെയും മണ്ണാർക്കാടും സാധിച്ചില്ല. ഇപ്പോൾ ഇവിടെ അവസാനമായിട്ട് ലെറ്റർ പേഡ് കൈമാറിയപ്പോൾ അതിലും അവർക്ക് സാധിക്കുന്നില്ല. എന്തുകൊണ്ട് സാധിക്കുന്നില്ല എന്ന് ബുദ്ധിയുള്ള മനുഷ്യന്മാർ നിഷ്പക്ഷതയോട് ഒരു പക്ഷതയും പിടിക്കാതെ, നിങ്ങൾ ഈ വിഷയത്തിൽ നിങ്ങൾ AP ആവണമെന്നും പറയുന്നില്ല, നിങ്ങൾ സമസ്തക്കാരനാവണമെന്നും ഒന്നും പറയുന്നില്ല. നിഷ്പക്ഷമായിട്ട് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ഏതു പക്ഷത്താണ് സത്യം? നമ്മൾ വളരെ വിനയത്തോടു കൂടിയാണ് SSFന്റെ പ്രവർത്തകന്മാരോട് ഇത് എഴുതി തരണമെന്ന് പറഞ്ഞത്. ബാക്കി കാര്യങ്ങൾ ഞങ്ങളുടെ വാദം വഹാബിസത്തിന്റെ വാദമാണോ അല്ലേ, സംവാദത്തിൽ നമുക്ക് മാറ്റിവെക്കാം. ഈ വിഷയത്തിൽ അഹ്ലുസുന്നയുടെ ഇമാമുമാരുടെ കാഴ്ചപ്പാട് എന്താണ്? മുസ്ലിം ലോകം ഇക്കാലം അത്രയും സ്വീകരിച്ച നിലപാട് എന്താണ്? സംവാദത്തിൽ വെച്ചുകൊണ്ട് നമുക്ക് മാറ്റിവെക്കാം. ഇൻഷാ അല്ലാഹ് ഈ വിഷയത്തിലുള്ള പ്രാമാണികത, പ്രമാണം വിശദീകരിക്കുന്ന ഗ്രന്ഥങ്ങൾ എന്തൊക്കെയാണ് പറയുന്നതെന്ന് ഇവിടുത്തെ ജനങ്ങൾക്ക് മനസ്സിലാവണം.
അതിനുവേണ്ടിയാണ് വളരെ സമാധാനപരമായ സൗഹാർദ്ദപരമായ ഒരു സംവാദത്തിലൂടെ ഈ കാര്യത്തിലൊരു തീരുമാനമുണ്ടാവണമെന്ന് നമ്മൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടിയാണ് എന്റെ പ്രിയപ്പെട്ട SSF-ന്റെ പ്രവർത്തകനോട് നിങ്ങളുടെ വാദം ഒന്ന് എഴുതിത്തരാൻ. 2-3 വരി എഴുതിയാൽ മതി, എന്നാൽ തന്നെ വാദമായി. എന്താണ് വാദം? കാരന്തൂർ മർക്കസിൽ നബിയുടേതാണെന്ന് പറഞ്ഞ് സൂക്ഷിക്കുന്ന കേശങ്ങൾ നബിയുടേതാണ്. അത്രേ ഉള്ളൂ. അത് ഒരു ഒറ്റ വരിയിലും എഴുതാ. കുറച്ചും കൂടി വലിയ ലെറ്റർ ആണെങ്കിൽ 2 വരിയിലും എഴുതാ. ഇനി കുറച്ചും കൂടി വലിയ 1-ാം ക്ലാസ് കുട്ടികളെ പോലെ എഴുതാണെങ്കിലോ ഒരു 3 വരി കൊണ്ട് ഒതുക്കാം. അല്ലേ? അപ്പൊ SKSF എന്ത് ചെയ്തും? SKSF ഇവിടെ എഴുതിയ ഇതേ വാദം തന്നെ കാരന്തൂർ മർക്കസിൽ AP അബൂബക്കർ മുസ്ലിയാർ. കണ്ടോ, ഞങ്ങൾ ഒരിക്കലും അദ്ദേഹത്തെ ഇതൊരു ഔദ്യോഗികമായ ലെറ്റർ പേഡിൽ ഒരു വാദം എഴുതി കൊടുക്കുമ്പോ നമ്മുടെ എതിർപക്ഷത്തുള്ള ആളെ അവഹേളിക്കുന്ന ഒരു സ്വഭാവം നമ്മളെടുത്തില്ല. നമ്മൾ കണ്ടോ, അഭിസംബോധനം ചെയ്തപ്പോൾ പോലും നമ്മൾ ഒരിക്കലും തന്നെ SSF-കാരനെ മാനസികമായി തളർത്തുന്ന ഒരു പദം ഉപയോഗിച്ചില്ല. നമ്മൾ എന്താ പറഞ്ഞത്? കാരന്തൂർ മർക്കസിൽ AP അബൂബക്കർ മുസ്ലിയാർ സൂക്ഷിച്ച മുടികൾ നബിയുടേതല്ല എന്ന വാദം തെളിയിക്കാൻ വേണ്ടിയുള്ള സംവാദത്തിന് വ്യവസ്ഥയ്ക്കിരിക്കാൻ ആലങ്ങാട് ശാഖ SKSF തയ്യാറാണ് എന്നാണ് എഴുതി കൊടുത്തിട്ടുള്ളത്. അതേസമയത്ത് SSF-കാരനെ എഴുതി തന്നത് എന്താ? ഒന്നാമതായി ചേളാരി സുന്നികൾക്ക് ഒരു അവഹേളിക്കുന്ന പ്രയോഗം. പക്ഷെ നമുക്കത് പ്രശ്നമല്ല, അവരെന്തോ പറഞ്ഞോട്ടെ. എന്നിട്ടെന്താ വാദമേദ്യോ? 27/2/2014 ആലങ്ങാട് SKSF-ന്റെ ലെറ്റർ ഹെഡിൽ നിങ്ങൾ ഞങ്ങൾക്ക് തന്ന കത്ത് പ്രകാരം ഞങ്ങൾ സംവാദ വ്യവസ്ഥയ്ക്കിരിക്കാൻ 1000 വട്ടം തയ്യാറാണ്. എന്താ വാദം? നമ്മൾ ഇത് എഴുതാനാണോ അവരോട് പറഞ്ഞത്? SKSF-കാരോട് എന്താ എഴുതാൻ വേണ്ടി പറഞ്ഞത്? അത് അവരെഴുതി തന്നു. SSF-കാരോട് എന്താ എഴുതാൻ വേണ്ടി പറഞ്ഞത്? അവരെഴുതി തന്നില്ല. 27/2/2014 നമ്മൾ എഴുതി കൊടുത്ത ലെറ്ററിന് ഇവരുടെ മറുപടി ലെറ്റർ നോക്കണം. ഒരു പേജ് ചെറിയ ലെറ്ററായിട്ട് എഴുതി നിറച്ചു കൂട്ടിയിരിക്കുകയാണ്. അത് തീരാത്തത് കൊണ്ട് PTO അടുത്ത പേജ് എഴുതിയിരിക്കുകയാണ്. എന്താ അത്? ഞാൻ വായിച്ചു തരികയാണെങ്കിൽ എന്താ അതിലുള്ളത്? അസ്സലാമു അലൈക്കും. മർക്കസിൽ സൂക്ഷിച്ച് ബർക്കത്തെടുത്തു പോരുന്ന തിരുകേശങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടേതാണെന്ന് ഞങ്ങൾ പല സന്ദർഭങ്ങളിലും തെളിയിച്ചതാണ്. ആസാറുകൾ സ്വീകരിക്കാൻ ചേളാരി സമസ്ത പുതുതായി വഹാബികളിൽ നിന്ന് കടം വാങ്ങിയ നിബന്ധനകൾ പാലിച്ച് മാത്രം ഒരു വസ്തു നബിയുടേതാണെന്ന് എഴുതിയോ? ഇൻഷാ അല്ലാഹ് ഇൻഷാ അല്ലാഹ് നമ്മുടെ SSF-ന്റെ പ്രവർത്തകന്മാര് അവര് ഒരു ലെറ്റർ കൂടി എഴുതി തരാം എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. ആ എഴുതിയത് നമുക്ക് നോക്കിയിട്ട് അത് നമ്മൾ നേരത്തെ പറഞ്ഞ വ്യവസ്ഥ പ്രകാരമാണോ എഴുതിയിട്ടുള്ളതെന്ന് നമുക്ക് പരിശോധിച്ചു നോക്കാം. അതിനുവേണ്ടി കാത്തിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് അവർ തന്ന കത്ത് ഇപ്പൊ പോസിറ്റീവായിട്ടാണ്. നമുക്ക് അല്ലാഹു അൽഹംദുലില്ലാഹ് കാര്യങ്ങൾ അവർക്കുണ്ടാവും ഒരു പ്രയാസം. കാരണം ഇങ്ങനെ തയ്യാറാകാതെ ഇറങ്ങിപ്പോയാൽ ഈ നാട്ടിൽ ഇങ്ങനെ അന്തസ്സായി ജീവിക്കേണ്ട എന്നുള്ള പ്രയാസം അവർക്കും ഉണ്ടാവും. അപ്പൊ അത് നമ്മൾ സ്വാഗതം ചെയ്യാണ്. ഏതായിരുന്നാലും അവർ വൃത്തിയായി എഴുതിയിട്ടുണ്ട്. അത് അവർ വായിക്കും. വായിച്ച ശേഷം ഇൻഷാ അല്ലാഹ് ഇപ്പൊ തന്നെ കൂടിയാലോചിച്ച് നമ്മളതിന്റെ ബാക്കിയുള്ള സിറ്റിംഗിന് ടൈം ഇൻഷാ അല്ലാഹ് കൂടിയാലോചിച്ച് കണ്ടെത്താം. ഒന്ന് വായിച്ചോളൂ. ഹലോ ഹലോ ഒന്ന് വായിച്ചോട്ടെ. അവര് വായിച്ചോട്ടെ.
ഒന്ന് വായിച്ചോളൂ. ഞങ്ങൾ കാന്തപുരത്തിന്റെ മക്കളാണ്. ഇതാ വായിക്കുന്നു, കേട്ടോളൂ. 27/2/2014 നിങ്ങൾ തന്ന കത്തിൽ പറഞ്ഞ പ്രകാരം കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ കാരന്തോർ മർക്കസിൽ നബിയുടേതാണെന്ന് പറഞ്ഞു സൂക്ഷിച്ചിട്ടുള്ള തിരുകേശങ്ങൾ നബിയുടേതല്ലെന്ന് തെളിയിക്കാൻ തയ്യാറാണെന്ന് നിങ്ങൾ പറഞ്ഞല്ലോ. പ്രസ്തുത കേശങ്ങൾ നബിയുടേതാണെന്ന് തെളിയിക്കാൻ ഞങ്ങൾ 1000 വട്ടം തയ്യാറാണ് എന്ന് മുഹമ്മദ് റഫീഖ്. ശരി, ഇനി കാര്യങ്ങൾ അൽഹംദുലില്ലാഹ് അവര് കേരളത്തിലെ ചരിത്രത്തിൽ ആദ്യമായി ഇതുവരെ ഒരു സ്ഥലത്തും AP വിഭാഗം അത് തങ്ങളുടെ മുടിയാണെന്ന് പറയാൻ തയ്യാറായിട്ടില്ല, അങ്ങനെ എഴുതിത്തരാൻ തയ്യാറായിട്ടില്ല. എന്തായിരുന്നാലും ഒളവട്ടൂർ ശാഖ SSFന്റെ പ്രവർത്തകന്മാർ ഈ വൈകിയ വേളയിലെങ്കിലും അതിന് തയ്യാറായിരിക്കുകയാണ്. വളരെ സ്വാഗതാർഹമാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് അന്തസ്സായി ആ കാര്യങ്ങൾ തെളിയിക്കാനുള്ള സംവാദം നടത്തണം. അതിന് കരാർ എഴുതാൻ നമുക്ക് എന്നാണ് ഇരിക്കേണ്ടത് ഇപ്പൊ തന്നെ ധാരണ കാണാൻ പറ്റുമോ? അല്ലേ? ഇൻഷാ അല്ലാഹ് ഒന്ന് കൂടി ആലോചിച്ചോളി. നിങ്ങൾ പ്രവർത്തകർ ഒന്ന് ഇരുന്ന് കൂടി ആലോചിച്ചോളി. എന്നാണ് ഇരിക്കുന്നത് ഒന്ന് കൂടി ആലോചിച്ചോളി. എങ്ങനെ? അതെ, ഒറ്റ കാര്യം കൂടി. പിന്നെ അവര് റഫീഖ് തന്ന കത്ത് ലെറ്റർ പേഡിലല്ല എന്നുള്ളത് ശരിയാണ്. പക്ഷെ ഇത്രയും ആൾക്കാർ സാക്ഷി പോരെ? ആ കത്തിന് വെള്ളക്കടലാസിനാണ് പോരെ? മതി, ഓക്കെ. ഇനി എന്നാ ഒന്ന് കൂടി ആലോചിക്കാതിരുന്നോളി. എന്നാണ് നമ്മൾ കരാർ എഴുതാതിരിക്കണത് എന്നുള്ളൊന്ന് കൂടി ആലോചിക്കാതിരുന്നോളി. നിങ്ങളൊന്ന് ഇപ്പൊ ആലോചിച്ചിരുന്നോളി. അവിടെ ഇരുന്ന് ആലോചിച്ചാൽ മതി. ഇല്ലതാ അപ്പൊ ഇനി ഇൻഷാ അല്ലാഹ് ഇപ്പോ നമുക്ക് ഈ പരിപാടി ഇനി എന്താ കൊടുക്കാം റെഡി ഇൻഷാ അല്ലാഹ്. ഇവിടെയുള്ള 2 കത്തിന്റെ ഫോട്ടോസ്റ്റാറ്റ് ഇൻഷാ അല്ലാഹ് നിങ്ങൾ കൈമാറും. ഈ ജനങ്ങൾ സാക്ഷി ഇൻഷാ അല്ലാഹ് കൊടുക്കാം. പിന്നെ നമുക്കൊരൊറ്റ കാര്യം പക്ഷെ ചെയ്യണം. റഫീഖ് സാഹിബ്, റഫീഖയുടെ ഒറ്റ കാര്യം ചെയ്യണം. നമ്മൾ സമയം 9:30 മണി മുതൽ 11:40 വരെ നമ്മൾ 2 മണിക്കൂറിലധികം നമ്മൾ സംശയ നിവാരണം നടത്തി. ഇത് പോലീസ് ഡിപ്പാർട്ട്മെന്റ് അറിഞ്ഞ പ്രശ്നം എത്ര നീണ്ടുപോയത്. മാത്രമല്ല ആളുകൾക്കൊക്കെ ഉറങ്ങും വേണം. അപ്പൊ പക്ഷെ നമുക്ക് എന്ത് ചെയ്യാം, ഇനി സംവാദം നടക്കാൻ പോകുവാണ്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, നിങ്ങൾ ഇരുന്നിട്ട് ആ സംവാദത്തിന് കരാർ എഴുതാനുള്ള ഡേറ്റ് അവിടെ ഇരുന്നിട്ട് ഇപ്പൊ പ്രവർത്തകർ ഇരുന്നിട്ട് കാണാൻ പറ്റൂ. എങ്ങനെ ഞാൻ ബന്ധപ്പെട്ടോളിന്നോ? അപ്പൊ എന്താ ഞങ്ങൾ ആവശ്യം? അത് നിങ്ങൾക്ക് ആവശ്യമില്ല. നിക്ക് അല്ലല്ല ഒന്ന് മൈക്കൊടുക്കി ആവശ്യമല്ലേ? അങ്ങനെ വെച്ചതാ. കൊടുക്കി മൈക്ക് അങ്ങനെ വരട്ടെ. പുറംപൂച്ച് പുറത്ത് വരുന്നു. മൈക്കൊടുക്കി ബന്ധപ്പെട്ടോളിന്നോ? ഒഴിഞ്ഞു മാറുക എഴുതിട്ട് ഇരിക്കേക്ക്. നമ്മളെ പ്രവർത്തകന്മാരൊക്കെ അവിടെ ഇരിക്കും. ഇൻഷാ അല്ലാഹ് തീരുമാനാക്കണം. എല്ലാവരും ശാന്തമായിട്ടിരുന്നോളി. ഏതായാലും 11:30 വരെ 35 വരെ ക്ഷമിച്ചു. ഇൻഷാ അല്ലാഹ് തീരുമാനാക്കാം. എല്ലാരും ഒന്ന് ഇരിക്കുക. എല്ലാരും ഇരിക്കുക. കാരണം പരിപാടി കഴിഞ്ഞിട്ടേ പോകാവൂ. എല്ലാരും ഇരിക്കുക. നമ്മളെ പരിസരത്തേക്ക് നമ്മളെ കാര്യം സംസാരിക്കുമ്പോഴേ മൂപ്പൾമ മനസ്സിലാക്കി വേണ്ടിട്ട് സംസാരിക്കണം. ഇവിടെ പണ്ഡിതനോട് ഇതേ രൂപത്തിൽ വാക്യപ്പെടുത്ത് പറയുന്നില്ല. ഇതേ രൂപത്തിൽ സംസാരിക്കുവാൻ പാടില്ല. മാന്യമായിട്ട് സംസാരിക്കണം. പിന്നെ ഒക്കെ ഒപ്പം നടന്നു. അത് അല്ല, അതിനൊന്ന് ഫോണായിക്കോട്ടെ. ഒരു ഫോണായിക്കോട്ടെ പോലെ ചെയ്യൂല. എന്റെ കാരണം നോക്കണ്ടേന്ന് പോലെ പറയില്ല. ഒഴിവ് നോക്കോട്ടെ. ഒരു ഫോണാക്കിയിട്ട് കാരണം ഒഴിവ് കാണാൻ പറയുന്നത്.
ഇൻഷാ അല്ലാ. അപ്പോ അവരൊന്നുകൂടി ആലോചിക്കട്ടെ, ശാന്തമായി ആലോചിക്കട്ടെ നമുക്ക് ഡേറ്റ് തരുന്ന കാര്യത്തെക്കുറിച്ച്. അപ്പൊ ആ കാര്യം അവർ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ദുആയിലേക്ക് പ്രവേശിക്കാം. അതിന് മുന്നോടിയൊക്കെ സമയങ്ങൾ പൂർത്തിയാക്കാൻ ഉപയോഗപ്പെടുത്താം. അവർ സൈഡായിട്ട് ആലോചിച്ച റിസൾട്ട് പറയിക്കും. അതിനിടയ്ക്ക് ദുആന്റെ ആമുഖമായിട്ട് നമ്മൾ എല്ലാ നിയത്തുകളും മുന്നിൽ വെച്ചുകൊണ്ട് ഇൻഷാ അല്ലാ നമുക്ക് ദുആ ചെയ്യണം. ദുആന്റെ ആമുഖമായിട്ട് നമുക്ക് ഇൻഷാ അല്ലാ ഒരു 10 സ്വലാത്തില്ല എന്താ ശരി. ഓക്കെ, ഏകദേശം കാര്യങ്ങൾ ധാരണയായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇരിക്കി ഇരുന്നോ നമുക്ക് ദ്വാരക്ക് പക്ഷെ കാര്യങ്ങൾ ധാരണയായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇരിക്കി സുഹൃത്തുക്കളെ ഇരിക്കി ഇരുന്നോളി. അപ്പോ പിന്നെ അവരറിയിച്ചൊരു വിഷയം നിങ്ങൾ കേൾക്കാൻ വേണ്ടി പറയാണ്. അവരെ നേതാക്കളുമായി അവർക്ക് ബന്ധപ്പെടാൻ ഇപ്പൊ പ്രയാസമുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് ടൈം വേണം. അപ്പൊ ഇൻഷാ അല്ലാ നിശ്ചിത ദിവസത്തിനുള്ളില് 30-ാം തീയതി പറഞ്ഞ് അല്ലേ റഫീഖ 30-ാം തീയതിനുള്ളിലല്ലേ? അല്ല, ഞാൻ ഒന്ന് ക്ലിയർ ആയിട്ട് പറച്ചിൽ പറയാം. ഞാൻ ഒന്ന് ആശയം യോജിപ്പിക്കും. അതല്ല, വിഷയത്തിൽ യോജിപ്പുണ്ടെങ്കിൽ മാത്രമേ മൈക്ക് തരുള്ളൂ. വെറും മൈക്ക് തരില്ല. ഞാൻ ചോദിക്കുന്നതാണോ നിങ്ങൾ ഇവിടെ റഫീഖ് സുഹൃത്ത് ശ്രദ്ധിക്ക്, ഒരു മിനിറ്റ് ഒന്ന് ശ്രദ്ധിക്കുക, 3 ശ്രദ്ധിക്ക്. ഞാൻ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ നമ്മൾ എങ്ങനെയും ചെയ്യാം. ഒരു കാര്യം ശ്രദ്ധിക്ക് റഫീഖ്, ഒരു മിനിറ്റ് ശ്രദ്ധിക്ക്. ഒരു കാര്യം ഞങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. റഫീഖ് ഇവിടെ ശ്രദ്ധിക്കുമ്പോൾ പൂർത്തിയാക്കാനാണ്. റഫീഖ് ശ്രദ്ധിക്ക്. മോർണിംഗ് നിങ്ങൾ എഴുതി തന്ന കത്ത് വളരെ ഞങ്ങൾ പറഞ്ഞ സ്വാഗതാർഹമാണ്. നിങ്ങൾ റെഡിയായി എഴുതി തന്നു. പിന്നെ നമ്മൾ ഡേറ്റ് ഇപ്പൊ തന്നെ കാണാൻ. അപ്പൊ നിങ്ങൾക്ക് പ്രായോഗിക പ്രശ്നം ഉണ്ടാകുമ്പോൾ ഞങ്ങൾ മനസ്സിലാക്കി ഉൾക്കൊണ്ടു. ഇപ്പൊ നിങ്ങൾ പറയുന്നത് 30-ാം തീയതിയുടെ ഉള്ളിൽ ഞങ്ങൾ നേതാക്കളുമായി ബന്ധപ്പെട്ട് കരാർ എഴുതാനുള്ള ഡേറ്റ് തരാന്ന് പറഞ്ഞു. ഓക്കെ, അങ്ങനെ ഡേറ്റ് തരാന്നുള്ളത് ഒരു നിശ്ചിത ഗ്യാപ്പ് ഇട്ടിട്ട് നിങ്ങൾ ഒരാഴ്ച ഗ്യാപ്പ് ഇട്ടിട്ട് നിങ്ങൾ 1-2 ഡേറ്റ് തന്നുകൊണ്ട് എന്നിട്ട് അതിന് ഡേറ്റ് നമുക്ക് തീരുമാനിക്കാം. അങ്ങനെ ചെയ്യല്ലെന്ന് ഉറപ്പിക്കല്ലേ? ഉറപ്പിക്കുകയാണെങ്കിൽ മൈക്കരെ ഉറപ്പിക്കല്ലേ നോക്കണ്. ഉറപ്പിക്കാണ് ഇന്നാ ഇൻഷാ അല്ലാ. ആ ഉറപ്പിക്കാനുള്ള വാക്ക് വരെയല്ലേ? വേറെ എന്തെങ്കിലും പറയരുത്, സമയം കളയരുത് ഇൻഷാ അല്ലാ. ഷിയാബേ, ആ പറഞ്ഞ ആശയം പറയാനാണെങ്കിൽ മൈക്ക് കൊടുക്ക്. അതാണെങ്കിൽ ആ ആശയം പറയാനാണെങ്കിൽ മൈക്ക് തരാം. വേറെ പുതിയ പരിപാടിക്ക് പറ്റൂല. നമ്മൾ 2 മണിക്കൂറിൽ അതും പറഞ്ഞില്ലേ? റഫീഖ, ഈ ആശയം പറയാനാണോ മൈക്ക്? ശരി, ഈ ആശയം പറയുകയാണെങ്കിൽ മൈക്ക് കൊടുക്കുക, അല്ലെങ്കിൽ മൈക്ക് ഓഫ് ചെയ്താൽ മതി. മൈക്ക് തന്നോളൂ, നിങ്ങൾ പേടിക്കേണ്ട, ഒന്നും പറയില്ല. 30-ാം തീയതി ഞങ്ങൾ ഈ കരാറുമായി ബന്ധപ്പെട്ട് നിങ്ങൾ വിവരം അറിയിക്കുന്നതാണ്. ഈ വിഷയം പറഞ്ഞോ റഫീഖ്? പറയാം. ഈ വിഷയം നല്ല സ്ഥാനം പറയണേ. 30-ാം തീയതി ഞങ്ങൾ റെഡിയാണ്. അല്ലാഹു അക്ബർ. അപ്പൊ ഈ സ്വലാത്തില്ലേ കൊടി, ഒരു 10 സ്വലാത്തില്ലേ? സല്ലല്ലാഹു അലാ മുഹമ്മദ്